അമ്മ എന്ന സംഘടനയെ ഈ രാഷ്ട്രീയവൽക്കരിക്കാൻ ചില ആൾക്കാർ ശ്രമിച്ചു എന്ന് തോന്നുന്നുണ്ടോ? എൻ്റെ ഒരു പേരിന്റെ പേരിൽ പോലും വർഗീയത കൊണ്ടുവന്നില്ലേ കഴിഞ്ഞ ദിവസം അവര്? ലക്ഷ്മിപ്രിയ തന്നെ പറയുന്നുണ്ട്, കെ.വി. ഗണേഷ് കുമാറിന്റെ രാഷ്ട്രീയം പറയുന്നു, സിദ്ദിഖിന്റെ രാഷ്ട്രീയം പറയുന്നു, ജഗദീഷിന്റെ രാഷ്ട്രീയം പറയുന്നു, പിഷാരടിയുടെ രാഷ്ട്രീയം പറയുന്നു. അവരാരും ഈ കാലയളവിൽ അവരുടെ രാഷ്ട്രീയം അമ്മയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷെ ഇവര് ശ്രമിക്കുന്നു, ഇവിടെ വർഗീയത കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ലക്ഷ്മിപ്രിയ പൊന്നമ്മ ചേച്ചിയെ വിളിച്ചിട്ട് പറയാണ്, എന്നെ ജിഹാദി എന്ന് വിളിച്ച കാര്യം പറയുമോ ജനറൽ ബോഡിയിൽ, ഉഷ ചേച്ചി പറയുമോ എന്ന് ചോദിച്ചു. അവർക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് എന്തും പറയാം, ആരെ അപമാനിക്കാം എന്ന് പറയുന്ന ഒരു രീതി ശരിയല്ല. അത്ര സ്ത്രീ വിരുദ്ധതയും സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തിലുമാണ് 2-3 ദിവസമായിട്ട് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഭരണസമിതി മാറിപ്പോയാൽ നമുക്ക് അദാനിയുടെ കയ്യിൽ നിന്ന് ഒരുപാട് ഫണ്ട് ശ്വേത ചേച്ചി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ആ ഫണ്ട് കൊണ്ടുവന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. മമ്മൂക്കായും ലാലേട്ടനും ഉൾപ്പെടെയുള്ള ആൾക്കാർ സ്റ്റേജ് ഷോ നടത്തി, ചാനലുകളിൽ സ്റ്റേജ് ഷോ നടത്തിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് കൊണ്ടാണ് നമുക്ക് ഈ എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ടിരുന്ന. ആവശ്യത്തിനുള്ള പണം അമ്മയുടെ അക്കൗണ്ടിൽ ഇപ്പോഴും ഉണ്ട്. അപ്പൊ പിന്നെ എന്തിനാണ് പുറത്തുനിന്ന് ഒരാളുടെ സ്പോൺസറുടെ പൈസ വാങ്ങി ഞങ്ങൾക്ക് പെൻഷൻ കൂട്ടിത്തരേണ്ട ആവശ്യം എന്താണ്? അതിനേക്കാളും നല്ല ഞങ്ങളങ്ങ് തെണ്ടാൻ വിടുന്നതല്ലേ. മേനോൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ദിസ് ഇസ് നത്തിങ് ടു ഡു വിത്ത് അമ്മ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരാളുടെ ഡബിൾ സ്റ്റാൻഡ് അല്ലേ ഇവിടെ കാണുന്നത്? ഹായ്, ഹലോ, നമസ്കാരം. ഇത് റീ റിലീസുകളുടെ കാലഘട്ടമാണ്. നമ്മൾ ഇപ്പോൾ ഏറ്റവും വെയിറ്റ് ഇരിക്കുന്നത് ലാലേട്ടൻ്റെ എവർഗ്രീൻ ഹിറ്റായിട്ടുള്ള കിരീടം എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്. കിരീടം സിനിമയെ ഓർക്കുമ്പോൾ അതിലെ എല്ലാ കഥാപാത്രങ്ങളും ഒന്നിനൊന്ന് മികച്ചതാണ്. എങ്കിലും അന്നും ഇന്നും സേതുമാധവന്റെ പെങ്ങളെ നമ്മൾ ഒരിക്കലും മറക്കില്ല. അന്നും ഇന്നും അതേ പുതുമയോടെ നമ്മുടെ മുന്നിൽ ഇരിക്കുകയാണ് ഉഷ ഹസീന ചേച്ചി. നമസ്കാരം. നമസ്കാരം. ഓക്കെ, പറഞ്ഞ പോലെ ലാലേട്ടന്റെ പെങ്ങളൂട്ടിയാണ്, അല്ലെങ്കിൽ സേതുമാധവന്റെ പെങ്ങളാണ് അന്നും ഇന്നും എന്നും. ആ ഒരു അംഗീകാരം ഇപ്പൊ എങ്ങനെ നോക്കി കാണുന്നു? ഒത്തിരി സന്തോഷമാണ്, അഭിമാനമാണ്. കിരീടവും ചെങ്കോലും 2 സിനിമയുടെയും ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അങ്ങനെ ഒരു സിനിമയിൽ അഭിനയിച്ചത് കൊണ്ട് അന്ന് ആ സമയത്തല്ലെങ്കിൽ പോലും ഈ ഒരു പിന്നീട് ഇങ്ങോട്ട് എവിടെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്താലും, എത്ര സിനിമ ഞാൻ അഭിനയിച്ചെന്ന് പറഞ്ഞാലും എവിടെയെങ്കിലും എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് സേതുമാധവന്റെ പെങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ്. രണ്ടാമതാണ് ഉഷ എന്ന പേര് പറയുന്നത്. കിരീടം സിനിമയിലൂടെ നമ്മൾക്ക് സുപരിചിതയായ സേതുമാധവന്റെ പെങ്ങൾ എന്നാ പറയുന്നത്. അത് ഞാൻ തന്നെ ഫേസ്ബുക്കിലൊരു ഇൻസ്റ്റയിലൊക്കെ ഒരു ഫോട്ടോ ഇട്ടാൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇടുമ്പോൾ അതിന്റെ താഴെ വരുന്ന കമന്റും, ഇതിനിടയിൽ ഞാൻ സ്കൂട്ടറിൽ യാത്ര ചെയ്ത ഒരു ഷോർട്ട് ഭയങ്കര വൈറലായിരുന്നു. ആ സമയത്തും ഈ കണ്ണീർ പൂവിന്റെ പാട്ടിട്ടിട്ടാണ് ഈ നടിയെ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു വന്നത്. അത് ഭയങ്കര വൈറലായിരുന്നു. ഇടയ്ക്കൊന്ന് ചേച്ചിയുടെ ഞാനൊന്ന് സമയത്തായിരുന്നു. ഞാൻ ആലപ്പുഴയിൽ തന്നെ ഞാനൊരു സാധാരണക്കാരിയായിട്ടാണ് ആലപ്പുഴയിൽ എല്ലായിടത്തും സഞ്ചരിക്കുന്നത്. അങ്ങനെ ഞാൻ ഞങ്ങളുടെ ഒരു സുഹൃത്ത് ഒരു ഇലക്ഷൻ സമയമായിരുന്നു, അപ്പൊ അതിന്റെ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പോകുന്ന സമയത്താണ് ഈ ഒരു വീഡിയോ ആരോ എടുത്തത്. അത് ഇട്ടപ്പോ അതിന്റെ താഴെ വന്ന കമന്റ് ഭയങ്കര കമന്റ്സ് ആവുന്നത്, എല്ലാം പോസിറ്റീവ്. അതും ഈ എല്ലാം കിരീടം സിനിമയെ മെൻഷൻ ചെയ്തുകൊണ്ടാണ് എല്ലാ കമന്റും വന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായി എന്നെ എത്രമാത്രം ആ ഒരു സിനിമയുടെ പേരിൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്നു, ആളുകൾ മനസ്സിൽ എത്ര സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് അപ്പോഴാണ് മനസ്സിലായത്. അതിനുശേഷം മുന്നോട്ട് വരികയാണെങ്കിൽ ഇപ്പം 4K റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ജെൻസി ക്രൗഡ് ഉൾപ്പെടെ, ഞാനൊന്നും ആ സിനിമ തിയേറ്ററിൽ കണ്ടിട്ടില്ലാത്ത വ്യക്തിയാണ്, ജെൻസി ക്രൗഡ് ഉൾപ്പെടെ വെയിറ്റ് ചെയ്യാണ്. അപ്പം 4K തിയേറ്ററിൽ ആ സിനിമ വരുമ്പോൾ എത്രത്തോളം എക്സൈറ്റ്മെന്റ് ഉണ്ട്? ഞാൻ ഇപ്പോഴാണ് ആ പടം 4K വരുന്നത് കാണാനുള്ള ഒരു എക്സൈറ്റ്മെന്റിൽ ഞാനിരിക്കുന്നത്. ഞാൻ അന്ന് സിനിമ കണ്ടെങ്കിലും എനിക്ക് അന്ന് ആ സിനിമ കണ്ടു, കുറച്ച് കരഞ്ഞു, വിഷമമായിട്ട്. രണ്ടാമത് ചെങ്കോല് വന്നു, അത് കുറച്ചുകൂടെ ഇമോഷണൽ ആയിരുന്നു. അത് കണ്ടെങ്കിലും
അത്രയ്ക്കൊരു എനിക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ പോലും നമുക്കിത് ഭയങ്കര ഹിറ്റാവും ഒരു ഇതൊന്നുമില്ല. നന്നായിട്ട് ഓടും പടം, നല്ല ഹിറ്റായി ആയിരിക്കും എന്നുള്ളതല്ലാതെ അന്നൊക്കെ ലാലേട്ടനൊക്കെ സൂപ്പർ സ്റ്റാർ ആയിട്ട് വരുന്ന സമയമാണ്. അതെ. അപ്പൊ ആ സിനിമയിൽ അഭിനയിക്കാൻ പറ്റുന്നത് തന്നെ വലിയ ഭാഗ്യമായിട്ട് കരുതുന്നതാണ്. പക്ഷെ അപ്പോൾ ഈ ഒരു സിനിമ ഇപ്പൊ 4K വരുമ്പോൾ അതിന്റെ ഈ പുതിയ സാങ്കേതികത്വം ഒക്കെ ആയിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും ഈ തലമുറയിലുള്ള കുട്ടികളും ഞങ്ങളും ഒക്കെ കാണാൻ കാത്തിരിക്കാൻ, കണ്ട് തിയേറ്ററിൽ തന്നെ അത് കണ്ട് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. അന്ന് എന്ന് പറയുമ്പോൾ സിനിമകളൊക്കെ 100 ദിവസം ഓടുക, 50 ദിവസം ഓടുക എന്നൊക്കെ ഒരു 25 ദിവസം താണ്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ആ രീതിയൊക്കെ മാറി ഇപ്പം 100 കോടി, 50 കോടി, 300 കോടി, അങ്ങനെ ഒരു കോടികളുടെ കണക്കിലേക്കാണ് വന്നിരിക്കുന്നത്. എങ്കിൽ പോലും ചേച്ചിക്ക് എവിടെയെങ്കിലും ആ സിനിമ ഹിറ്റിലേക്ക് എത്തും, അല്ലെങ്കിൽ ഒരു 50 കോടി അല്ലെങ്കിൽ 100 കോടി ഇതിലേക്ക് ഇപ്പോഴും എത്താൻ സാധ്യതയുണ്ടെന്ന് കരുതുന്നുണ്ടോ? ഇപ്പൊ റിലീസ് ചെയ്ത മിക്കവാറും അത് ഭയങ്കര ഹിറ്റാവാനാണ് സാധ്യത. പുതിയ തലമുറയിലുള്ള കുട്ടികളെല്ലാം കാണുമ്പോൾ എന്തായാലും കാണാൻ ഒരു പ്രാവശ്യമെങ്കിലും കാണാൻ പുതിയ തലമുറയിലുള്ള ആൾക്കാർ കയറും. കാരണം പുതിയ തലമുറയിലുള്ള ആൾക്കാർ ഇപ്പോഴും ചർച്ച ചെയ്യുന്ന സിനിമയാണ്. അവരുടെ ഒരു സിനിമയുടെ ചരിത്രം എടുത്ത് നോക്കിയാൽ അതിൽ ഒരു പാഠപുസ്തകം പോലെയുള്ള ഒരു സിനിമയാണ് കിരീടം. അപ്പോൾ ആ സിനിമ കാണണം, തിയേറ്ററിൽ വരുമ്പോൾ കാണണമെന്ന് എന്തായാലും പുതിയ തലമുറയിലെ ആൾക്കാരും പഴയ തലമുറയിലുള്ള ആൾക്കാരും കാണും. കാരണം അത്രയും അവരെ സ്വാധീനിച്ച സിനിമയാണ്, അവർ കരഞ്ഞ സിനിമയാണ്. അപ്പൊ എങ്ങനെയായിരിക്കും ഈ ഇപ്പോഴത്തെ ടെക്നിക്കൽ വിഷ്വലായി ചെയ്യുമ്പോൾ അത് എങ്ങനെയായിരിക്കും എന്ന് കാണാൻ എന്തായാലും തീർച്ചയായിട്ടും വരും. അപ്പൊ എന്തായാലും ഹിറ്റ് ആവുമല്ലോ, ഉറപ്പാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഒരാൾ കണ്ടാൽ തന്നെ ഇത് ഹിറ്റ് ആവും. അതേപോലെ തന്നെ നമുക്ക് അന്ന് കൂടെ അഭിനയിച്ച ജീവിച്ചിരിക്കുന്നതിനേക്കാളും കൂടുതൽ ആൾക്കാർ മൺമറഞ്ഞു പോയി എന്നുള്ളതാണ്. ഒരു പക്ഷേ അവരെയൊക്കെ ഈ നിമിഷത്തിൽ എങ്ങനെയാണ് ഓർക്കുക? ഇപ്പം നേരത്തെയൊക്കെ ആണെങ്കിലും പണ്ട് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഷൂട്ടിംഗ് സെറ്റുകളിൽ ക്യാരവാൻ ഇല്ലാത്ത കാലഘട്ടമാണ്. എല്ലാവരും ഒരു മരത്തിന് ചുറ്റും ഇരുന്ന് സംസാരിച്ച് ഷൂട്ട് ചെയ്ത സമയങ്ങളുണ്ട് എന്നുള്ളത്. അപ്പം അവരെയൊക്കെ ഈ അവസരത്തിൽ അവരുടെ ഒരു ഓർമ്മ എങ്ങനെയായിരിക്കും? അവരെയൊക്കെ ഈ ഒരു സമയത്തല്ല എപ്പോഴും നമ്മൾ ഓർക്കുന്നതാണ്. തിലകൻ ചേട്ടനായാലും പൊന്നമ്മ ചേച്ചി ആയാലും ശങ്കരാടി ചേട്ടൻ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ, പിന്നെ കനകലത ചേച്ചി, എല്ലാവരെയും മറക്കാൻ പറ്റത്തില്ല നമുക്ക്. അവരെയൊക്കെ, മുരളിച്ചേട്ടൻ, ഇവരോടൊക്കെ തന്നെ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളതാണ്. പിന്നെ എന്നാലും എടുത്തു പറയുമ്പോൾ കിരീടം, ചെങ്കോൽ, ഇതൊക്കെ തന്നെയാണ്. എനിക്ക് ഏറ്റവും വിഷമം വരുന്നത് പൊന്നമ്മ ചേച്ചി, എനിക്ക് മിസ് ചെയ്യുന്നതും പൊന്നമ്മ ചേച്ചിയാണ്. ഞങ്ങൾ ഭയങ്കര ആ പടത്തിലാണ് പരിചയപ്പെടുന്നത്. കിരീടം എന്ന സിനിമയിലാണ് ലാലേട്ടൻ, പിന്നെ തിലകൻ ചേട്ടനെ അറിയാം. തിലകൻ ചേട്ടനെ കോമ്പിനേഷൻ ഇല്ലെങ്കിലും തിലകൻ ചേട്ടൻ എനിക്ക് ആദ്യത്തെ സിനിമയിൽ കണ്ടതും കേട്ടതിലും അഭിനയിച്ചിട്ടുണ്ട്. പിന്നീട് പൊന്നമ്മ ചേച്ചി, ബാക്കി കുറേ ആൾക്കാരെയൊക്കെ ആ സിനിമയിലാണ് ഞാൻ പരിചയപ്പെടുന്നത്. പൊന്നമ്മ ചേച്ചിയായിട്ട് പിന്നീട് ഭയങ്കര ഒരു ആത്മബന്ധം ഉണ്ടായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും പൊന്നമ്മ ചേച്ചിയൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ആരും ഇല്ല, അവരാരും ഇല്ല. അതാ ട്രെയിലർ ലോഞ്ചിനും ഒക്കെ ലാലേട്ടൻ പറഞ്ഞു, ആകെ ലാലേട്ടൻ, ഞാനുണ്ട്, പാർവതിയുണ്ട്, യദു കൃഷ്ണൻ, പിന്നെ ആരാ, ജഗദീഷ് ചേട്ടൻ, രാജേട്ടൻ, കൊല്ലം തുളസി ചേട്ടൻ, ഇത്രയും പേരേ ഉള്ളൂ. ബാക്കി എല്ലാരും പോയി ആ സിനിമയില്. ഈ അവസരത്തില് ജഗദീഷ് ശ്രീകുമാറിനെ നമ്മൾ ഓർക്കാതിരിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന് ഈ സിനിമ റിലീസ് ഉണ്ടെന്നുള്ള കാര്യം അദ്ദേഹത്തിന്റെ മക്കള് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്, ഞാൻ സംസാരിച്ച സമയത്ത്. അപ്പം ഒരു പക്ഷേ അദ്ദേഹം കൂടെ ഇപ്പൊ ആക്റ്റീവായിട്ട് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നോ? തീർച്ചയായിട്ടും ജഗദീഷ് ചേട്ടൻ ഉണ്ടായിരുന്നു. സെക്കൻഡ് പാർട്ടിൽ ജഗദീഷ് ചേട്ടൻ ഉണ്ടായിരുന്നില്ല, ഫസ്റ്റ് പാർട്ടിൽ മാത്രമേ ഉള്ളൂ. ഒരു വല്ലാത്തൊരു അവിസ്മരണീയ കഥാപാത്രമാണ്. കുറച്ചേ ഉള്ളൂവെങ്കിലും ഭയങ്കര ഗംഭീര പെർഫോമൻസ് ആണ് അതിനകത്ത്. ചേട്ടൻ വല്ലാതെ മിസ് ചെയ്യുന്നു മലയാള സിനിമ. അതുപോലെ തന്നെ നമ്മളും എല്ലാവർക്കും മിസ്സിംഗ് ആണ് ചേട്ടൻ. ചേട്ടനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ആ ഫംഗ്ഷന് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു, ചേട്ടനും കൂടെ വരുമായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷെ വന്നിട്ടില്ലായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇപ്പം കിരീടം മാത്രമല്ല, അതിനുശേഷം ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം ശ്രീനിവാസ സാറിൻ്റെ കൂടെയൊക്കെ ആണെങ്കിൽ ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റ് യങ് ജനറേഷൻ എന്ന് പറയുമ്പോൾ പൃഥ്വിരാജിനൊപ്പം അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പെപ്പയുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അതെ, കൊണ്ടലിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം അവിടെ നിന്ന് നോക്കുമ്പോൾ ഈ യങ് ജനറേഷനിലേക്ക് ആക്ട് ചെയ്യുമ്പോഴത്തേക്കും, ഇവരുടെ ഒപ്പം ആക്ട് ചെയ്യുമ്പോഴത്തേക്കും അന്നുണ്ടായിരുന്ന എന്തൊരു മാറ്റമാണ് ഇപ്പൊ സിനിമയിലുള്ളത്, അല്ലെങ്കിൽ അവരുടെ ഒരു രീതിയിൽ എന്ത് മാറ്റമുള്ളത്? ഒരുപാട് വ്യത്യാസമുണ്ട്. ഞാനൊരു പിന്നെ ഗ്യാപ്പ് കഴിഞ്ഞ് അഭിനയിക്കുന്നത് ചീന ട്രോഫിയിലാണ്, ധ്യാന്റെ കൂടെയാണ് അഭിനയിക്കുന്നത്. അപ്പൊ സിനിമയുടെ സെറ്റ് എല്ലാം മാറി. അന്ന് ഉണ്ടായിരുന്ന സെറ്റിലെ ഒരു രീതികളൊന്നും അല്ല. സ്ക്രിപ്റ്റ്
വേറെ രീതിയിലാണ്, ഓ ഡയലോഗുകൾ വേറെ, അഭിനയിക്കുന്ന രീതി വേറെ. ഷൂട്ട് സമയത്ത് നമ്മള് പിന്നെ അന്നത്തെ കാലത്ത് സ്ത്രീകളെല്ലാം ഒരു റൂമില്, ഉം. കാരവണൊന്നും ഇല്ലല്ലോ. പിന്നെ ഇപ്പുറത്ത് പിന്നെ ആണുങ്ങളിരിക്കും. ചില സമയത്ത് നമ്മളെല്ലാവരും ഒരുമിച്ചിരിക്കും, ഉം. തമാശ പറയും. ഉം. ഷൂട്ട് കഴിഞ്ഞാലും നമ്മള് പിന്നെ പരസ്പരം സൗഹൃദമുണ്ട്. വീട്ടിൽ പോയാലും അന്ന് അതെ. മൊബൈലൊന്നും ഇല്ല, ലാൻഡ് ഫോണൊക്കെയാണ് ഉള്ളത്. ഉം. വിളിക്കും, വിശേഷങ്ങളൊക്കെ അന്വേഷിക്കും. ഉം. അങ്ങോട്ടും ഇങ്ങോട്ടും വീടുകളിലേക്കൊക്കെ സന്ദർശനം ഉണ്ടാവും. ഉം. ഉം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വേറെ ഷൂട്ട് നടക്കുന്ന സമയത്ത് നമ്മൾ അതുവഴി പോവുകയാണെങ്കിൽ പോലും ലൊക്കേഷനിലേക്ക് പോവും. ഉം. എല്ലാവരോട് ചില നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെന്നറിയാം, നമ്മൾ അഭിനയിക്കുന്ന പടത്തിന് അവർ വന്ന് കാണാറുണ്ട്. അങ്ങനെയൊക്കെ ഭയങ്കര ബന്ധമായിരുന്നു. ഉം. ഉം. ഈ പൊന്നമ്മ ചേച്ചിയൊക്കെ മരിക്കുന്നത് വരെ നമ്മളുമായിട്ട് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും വിളിക്കാതിരിക്കത്തില്ല. ഉം. അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കും. അതെ. അങ്ങനെയായിരുന്നു. പിന്നെ അത് പിന്നീട് ഇപ്പോഴുള്ള ഞാനൊരു ഗ്യാപ്പ് കഴിഞ്ഞ് ചീന ട്രോഫിയിൽ അഭിനയിക്കാൻ പോയത്. ഉം. അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ എല്ലാവരും മൊബൈലിൽ നോക്കിയിരിക്കും, കാരവണിലേക്ക് കയറിയിരിക്കും. അവരെ ഞാൻ കുറ്റം പറയുകയല്ല, ഉം. കാലം മാറിയതനുസരിച്ച് സിനിമയും മാറി, സിനിമയും മാറി. ആൾക്കാരും മാറി, അവരുടെ രീതി വേറെ. ഉം. അങ്ങനെയാണ്. കൊണ്ടല്ലായാലും അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ ബന്ധങ്ങൾ കുറച്ച് അകന്നു അകന്നുപോയി. എന്നുള്ളതാ. സിനിമ കഴിഞ്ഞാലും ഒരു ബന്ധം വരുന്ന ഇല്ല സിനിമകൾക്കും എന്നുള്ളത്. അങ്ങനെയാണല്ലോ. കുടുംബ ബന്ധങ്ങളൊന്നും ഇല്ലല്ലോ. ആ, പുതിയതായിട്ട് വരുന്ന സിനിമകൾ വളരെ കുറവല്ലേ, വളരെ അപൂർവമായിട്ടല്ലേ ഉള്ളൂ. അതെ. പിന്നെ ബന്ധങ്ങൾക്കൊന്നും ഒരു, ഈ തലമുറയുടേതായ സിനിമ ഫാസ്റ്റായി എല്ലാം അങ്ങനെ ആ രീതിയിലാണ് പോകുന്നത്. ഓക്കെ. സംഗീതം പോലും അതെ. അല്ലേ, പാട്ടുകൾ അതെ. ആ കാലത്ത് എത്ര നല്ല പാട്ടുകളൊക്കെയാണ് വന്നത്. ഇപ്പൊ ഉണ്ടോ? ആ ഇപ്പോഴത്തെ ചെറിയ കുട്ടികളുടെ റിയാലിറ്റി ഷോയിലും ഉം. ഈ പിന്നെ സ്റ്റാർ റപ്പ്. സിംഗർ പോലുള്ള എല്ലാത്തിലും പാടുന്നത് ആ പാട്ടുകളാണ്. അതെ. പുതിയ പാട്ടുകളല്ല, പഴയ പഴയ പാട്ടുകളാണ് പാട്ടുകൾ. അതെ. പാടുന്നത്. അപ്പൊ അതൊക്കെ എല്ലാം കൊണ്ട് മാറിപ്പോയി. ഉം. ഈ ചേച്ചി ഇപ്പം ക്യാരവാൻ സംസ്കാരത്തെ പറ്റിയൊക്കെ സംസാരിച്ചു, ബന്ധങ്ങളെ പറ്റി പറഞ്ഞു. ആ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഫയർ ഇങ്ങ് വരികയാണ്. കാരണം ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞു, ചേച്ചിയുടെ 1992 ചേച്ചി കൊടുത്തൊരു ഇന്റർവ്യൂ ഉണ്ട്. അത് ഇന്നും ഒരു അവസരം വരുമ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന ഇന്റർവ്യൂ ആണ്. അന്ന് നിലപാട് ശക്തമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആ സമയത്ത് ചേച്ചി എന്തുകൊണ്ടായിരിക്കും അത്രയും ഓപ്പൺ ആയിട്ട്, വളരെ ശക്തമായിട്ട് തനിക്കെതിരെ ഉണ്ടായ ഒരു അബീസ് വളരെ കൃത്യമായിട്ട് തുറന്നു പറഞ്ഞ ഒരു ധൈര്യം ഉണ്ടല്ലോ, അതെവിടുന്നായിരുന്നു? അത് എനിക്ക് അന്നും ഇന്നും ഒക്കെ ധൈര്യത്തിനൊന്നും കുറവൊന്നുമില്ല. നമ്മൾ പറയാനുള്ളത് പറയുക എന്നുള്ളതാണ്. ഉം. അത് പറയുന്നത് കൊണ്ടും നമുക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്, ഉം. മാറ്റി നിർത്തലുകളുണ്ട്. പക്ഷെ അതിലൊന്നും കാര്യമില്ല. ഉം. നമുക്ക് പറയാനുള്ളത് പറയും. അന്നും പറയും. അന്നും ഞാൻ അനുഭവിച്ച വിഷയങ്ങളാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് നേരിട്ടതും ഉം. ആ സമയത്ത് നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർ എങ്ങനെയാണ് അതിനെ സമീപിച്ചതും ഒക്കെ ഉം. നോക്കുമ്പോൾ ആ പറഞ്ഞത് കൃത്യമാണ്. ഉം. അല്ല ചേച്ചി അപ്പൊ തുടക്കക്കാരിയാണ്. ഇപ്പം അച്ഛന്റെ സപ്പോർട്ട് കൂടിയിട്ട് വന്ന ഒരു വ്യക്തിയാണ്. ആ സമയത്ത് വളരെ കാഷ്വൽ ആയിട്ട് സംസാരിക്കുന്നതാണ്. ഇന്ന വ്യക്തി എന്നോട് മോശമായിട്ട് പെരുമാറി എന്നുള്ളതും, അന്ന് സ്ത്രീകൾക്ക് പ്രാധാന്യം, അന്നും ഇന്നും സ്ത്രീകൾക്ക് സിനിമയിൽ പ്രാധാന്യം കുറവാണെന്നുള്ളൊരു വളരെ കൃത്യമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. അത് ഈ സ്ത്രീകൾക്ക് അവസരങ്ങൾ കുറവാണെന്നുള്ളത് ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നതുമുണ്ട്. അപ്പം ഇപ്പോഴും ആ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണോ? സിനിമയിൽ സ്ത്രീകൾക്ക് അവസരങ്ങൾ കുറവാണ് എന്നുള്ളൊരു രീതി ഇപ്പോഴും ഉണ്ട്. പ്രതികരിക്കുന്നവർക്ക് അവസരം ഉണ്ടാവാറില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. ഉം. പിന്നെ സ്ത്രീ കഥാപാത്രങ്ങളെയാണ് ഉദ്ദേശിച്ചതെങ്കിൽ, ഉം. സിനിമയിൽ സ്ത്രീ കഥാപാത്രങ്ങൾ കുറയുന്നു എന്നാണ് ഉദ്ദേശിച്ചെങ്കിൽ, അതിപ്പോൾ സിനിമ മാറുന്നതനുസരിച്ച് കഥാപാത്രങ്ങൾ, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഉം. ഉം. ഇപ്പോഴത്തെ സിനിമയിൽ ബന്ധങ്ങൾ ചേച്ചിയില്ല, ഉം. ചേട്ടനില്ല, അമ്മയില്ല. അമ്മയില്ല. ഉം. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് സ്ത്രീ കഥാപാത്രങ്ങൾ കുറയും. ഉം. അപ്പോൾ അതിനൊരു മാറ്റം ഉണ്ടാവും എന്നൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഉം. അതുകൊണ്ട് തന്നെ നമുക്കൊന്നും വേഷമില്ല, ഉം. ഉം. പടങ്ങളില്ലല്ലോ. അതെ. പടങ്ങളില്ലാത്തത് അതൊരു കാരണമാണ്. പിന്നെ നിലപാടുകൾ പറയുന്നത് കൊണ്ട് മാറ്റി നിർത്തലുകളും ഉണ്ട്. ഉം. അന്ന് ചർച്ച ചെയ്യപ്പെട്ടത് അത്തരം നിലപാടുകൾ ഓപ്പൺ ആയിട്ട് സംസാരിച്ചത് കൊണ്ട് സിനിമയിൽ മാറ്റി നിർത്തപ്പെട്ട ഒരു നടിയാണ് ഉഷ ഹസീന അതെ, എന്നുള്ളതാണ്. അങ്ങനെ ശരിക്കും ചേച്ചിക്ക് അത് ആളുകൾ സംസാരിച്ചിട്ടുണ്ട്, ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്ക് അവസരങ്ങൾ ഇല്ലാത്തത് എന്ന്. തീർച്ചയായിട്ടും. എത്രയോ നമുക്ക് വിശ്വസനീയമായ സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് പിന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഉം. 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 ഈ അവസരത്തിൽ അച്ഛനിലേക്ക്, ബാപ്പയിലേക്ക് പോവുകയാണ്. ബാപ്പയാണ് സിനിമയിലേക്ക് എത്തിച്ചത്. ഒത്തിരി എഫേർട്ട് എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഒരു ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് തന്നെയാണ് ചേച്ചിയെ വിട്ട് അദ്ദേഹം പോയിട്ടുള്ളത്. എങ്ങനെ ഓർക്കുന്നു ഈ അച്ഛനെ ഈ അവസരത്തിൽ? അത് പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് ഇമോഷണൽ ആവും. ഉം. വാപ്പയില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഒരു കലാകാരിയെ ആവത്തില്ലായിരുന്നു. ഉം. ഈ സിനിമാ ഫീൽഡിലും വരും. വാപ്പയുടെ ആഗ്രഹമായിരുന്നു ഉം. ഉം. എന്നെ ഡാൻസ് പഠിപ്പിക്കണമെന്നും
പിന്നെ ബാപ്പിയുടെ ഒരു കഴിവാണ് പാട്ട് പാടാൻ ചെറുതായിട്ട് എനിക്ക് കിട്ടിയ ഒരു കഴിവ്. പിന്നെ ഞങ്ങൾ 3 പേരും 3 മക്കളും ആ, പിന്നെ പാട്ടും ഡാൻസും ഇതാണ്. ഒക്കെ ആ. അവർ മിമിക്രി, മോണോ ആക്ട്, ആക്ടിങ്ങും ഒക്കെ ചെയ്യുന്നവരായിരുന്നു. എൻ്റെ ബ്രദേഴ്സും ഒക്കെ ഉം, ഉം. സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലുകളിലൊക്കെ പങ്കെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ വാപ്പി ഇല്ലെങ്കിൽ ഒരിക്കലും ഇവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കാൻ പോലും ഹസീന ഹനീഫ് എന്ന ആള് ഉണ്ടാവില്ല, ഉഷ ഉണ്ടാവില്ല. എന്ന പേരിൽ ഉണ്ടാവില്ല. ഈ ഹസീന ഹനീഫ് എന്നുള്ള പേര് ശരിക്കും പറഞ്ഞാൽ ആർക്കും അറിയില്ല എന്നുള്ളതാ അല്ലേ? അല്ല, എല്ലാവർക്കും അറിയാം, ആ. സിനിമാ മേഖലയിലുള്ള എല്ലാവർക്കും. അതായത് ഞങ്ങളൊക്കെ സിനിമയിൽ വരുമ്പോൾ ഇതുപോലെ സോഷ്യൽ മീഡിയ ഇല്ല, ഉം. പിന്നെ ന്യൂസ് ചാനൽസ് ഇല്ല. ആകെ ഉള്ളത് ഒരു നാന, ചലച്ചിത്രം, വെള്ളി നക്ഷത്രം, പിന്നീട് ചിത്രഭൂമി, ഇതൊക്കെയാണ് ഉള്ളത്. അതിൽ എഴുതി വരുന്ന കാര്യങ്ങൾ മാത്രമേ പൊതുജനത്തിന് അറിയുള്ളൂ. അറിയുള്ളൂ. അതെ. നമ്മുടെ സിനിമകൾ പോലും എത്രയോ സിനിമകൾ കഴിഞ്ഞാണ് എ ക്ലാസ്സിൽ വന്ന് ബി ക്ലാസ്സിലും സി ക്ലാസ്സിലും വരുമ്പോഴാണ് നമ്മളെ മൊത്തത്തിൽ ആൾക്കാർ അറിയുന്നത്. ഇന്ന് അതല്ല. ഇന്ന് ഒരു സിനിമയിൽ തല കാണിച്ചു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലൂടെ അവരങ്ങ് ഫേമസ് വൈറലാവും. ആവുകയാണ്. അതെ, അതെ. പിന്നെ അവർ റീൽസ് ചെയ്യുന്നു, ഉദ്ഘാടനങ്ങൾക്ക് പോകുന്നു, പിന്നെ ന്യൂസ് ചാനൽസിലൊക്കെ ഇന്റർവ്യൂവിന് പ്രൊമോഷൻ പ്രോഗ്രാംസ് വരുന്നു. അവർ ഒരു പടം കൊണ്ടേ താരമാവുക. ഞങ്ങളൊക്കെ എത്ര വർഷം കൊണ്ടാണ് ഞങ്ങളെയൊക്കെ തിരിച്ചറിയാൻ പറ്റിയെന്ന് അറിയാമോ? അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പിന്നെ നമ്മളെയൊക്കെ അറിയപ്പെടാൻ പറ്റുന്നത്. ഈ പിന്നെ നമ്മളുടെ കഴിവുകളൊക്കെ പുറത്തു വരുന്നത് ഇപ്പൊ പെട്ടെന്ന് എല്ലാം വരും. ചേച്ചി ഇപ്പൊ പറഞ്ഞു അച്ഛന്റെ പാട്ടാണ് കയ്യിലുള്ളത്, അല്ലെങ്കിൽ ആ പാട്ടാണ് അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ആ. ആ സംഭവം. അപ്പൊ എന്റെ ഫാദറിന്റെ ആഗ്രഹമായിരുന്നു ഞാൻ കലാകാരിയാകണമെന്നും അത് കഴിഞ്ഞ് സിനിമയിൽ അഭിനയിപ്പിക്കണമെന്നും അദ്ദേഹത്തിന്റെ ആഗ്രഹമായിരുന്നു. അദ്ദേഹം അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ വാപ്പ അതിനുവേണ്ടി ഒരുപാട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരുപാട് സുഹൃത്തുക്കള് സിനിമാ ഫീൽഡിലുണ്ട്. എൻ്റെ ബന്ധുവൊക്കെ രാരിച്ചൽ ലത്തീഫിക്ക, പിന്നെ ബാപ്പിയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഇപ്പൊ ഈ അടുത്താ മരിച്ചത്, അമാനിക്ക, നവോദയ സ്റ്റുഡിയോയുടെ ഒക്കെ മാനേജർ, മേക്കപ്പ് മാൻ ഒക്കെ ആയിരുന്നു. അമാനിക്ക ഒരു 2 മാസമായിട്ടുള്ളൂ മരിച്ചിട്ട്. അപ്പൊ അവരുടെ അടുത്തൊക്കെ അവരൊക്കെ എൻ്റെ ഈ ഫോട്ടോ ഒക്കെ കാണുമ്പോൾ അവരൊക്കെ പറയും നല്ല ഫോട്ടോജനിക് ആണ്, നന്നായി ഡാൻസ് ഒക്കെ, നമുക്കുള്ള സിനിമയിൽ അഭിനയിപ്പിക്കാന്ന്. അപ്പോൾ അത് വാപ്പിയുടെ മനസ്സിലങ്ങ് കയറി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ശ്രമം. അങ്ങനെ ഞാൻ ബാലചന്ദ്ര മേനോൻ സാറിനെ ലത്തീഫിക്കയൊക്കെ കൂടെ കോണ്ടാക്ട് ചെയ്യുകയും ആ സമയത്താണ് എനിക്ക് കേരള യൂണിവേഴ്സിറ്റി യുവജനോത്സവത്തിൽ നാടോടി നൃത്തത്തിന് 1ാം സമ്മാനം കിട്ടി 87-ൽ. അപ്പോൾ പത്രത്തിൽ പടം വന്നു. അപ്പോൾ അതിന് മുൻപ് സാറിനെ ഒന്ന് മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ, ബാലചന്ദ്ര മേനോൻ സാറിന് വിവാഹിതരേതിലെ എന്ന് പറയുന്ന സിനിമയിൽ ഇന്റർവ്യൂവിന് ലത്തീഫൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്, എനിക്ക് സൈസ് കുറവാ, കൊച്ചു കുട്ടിയാ. അപ്പൊ സാർ പറഞ്ഞു 1.5 വർഷം, ഒരു 2 വർഷം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യണം, ഇതിൽ എൻ്റെ വൈഫ് ക്യാരക്ടറാണ്, അടുത്ത എൻ്റെ പടത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ഈ യൂത്ത് ഫെസ്റ്റിവലൊക്കെ യൂണിവേഴ്സിറ്റി യുവജനോത്സവത്തിൽ സമ്മാനം കിട്ടി മനോരമയിൽ വലിയൊരു പത്രത്തിൽ, അന്ന് പത്രമല്ലേ ഉള്ളൂ, ഒരു വലിയ ഫോട്ടോ വന്ന് പിന്നെ ഒരു മുസ്ലിം കുട്ടി നാടോടി നൃത്തത്തിന് 1ാം അന്നതൊരു വലിയ സംഭവമാണ്. ഇന്നതൊരു വിഷയമല്ല, പക്ഷെ അന്നതൊരു വലിയ സംഭവമായിരുന്നു. അത് കണ്ടിട്ട് സാറ് ലത്തീഫൊക്കെ കോണ്ടാക്ട് ചെയ്ത്, ഇല്ല നമ്മൾ അന്ന് ഇന്റർവ്യൂ ചെയ്ത ആ കുട്ടി തന്നെ അല്ലേ ഇതെന്ന് വെച്ചപ്പോൾ അതേന്ന് പറഞ്ഞു. എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറയണേ, ഞാൻ പുതിയ സിനിമ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കോണ്ടാക്ട് ചെയ്ത് വാപ്പി വിളിക്കുകയും നമ്മൾ വീണ്ടും സാറിന്റെ ഒരു ഇന്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യുകയും അങ്ങനെയാണ് ആ കണ്ടതും കേട്ടതിൽ എന്നെ സെലക്ട് ചെയ്യുന്നത്. ഇപ്പം പാട്ടുകളെ പറ്റി പറഞ്ഞു, പിന്നെ നൃത്തത്തിനെ പറ്റി പറഞ്ഞു. അതിൻ്റെ കൂടുതൽ സന്തോഷമുള്ള, നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന വേറൊരു കാര്യമുണ്ട്. ലാലേട്ടനെ ഡാൻസ് പഠിപ്പിച്ച ഒരു കഥ കൂടി ഉണ്ട്. അതെങ്ങനെയായിരുന്നു ആ ഇൻസിഡന്റ്? അത് ലാലേട്ടന്റെ ഗൾഫ് പ്രോഗ്രാം 91, 92 ആ കാലഘട്ടത്തിൽ ലാലേട്ടൻ സൂപ്പർ സ്റ്റാർ ആയിട്ട് ആദ്യമായിട്ട് ഗൾഫിലേക്ക് അതിനു മുമ്പ് പോയിട്ടുണ്ട്, പക്ഷെ ആദ്യം പോകുന്ന സമയമായിരുന്നു. ആ ഷോയിൽ ഞാനും ഉണ്ടായിരുന്നു. അന്ന് പിന്നെ നമ്മുടെ വിയറ്റ്നാം കോളനി, എനിക്ക് ആ പ്രോഗ്രാമിലേക്ക് പിന്നെ അവസരം ഉണ്ടാക്കി തന്നത് ആലപ്പി അഷ്റഫിക്കയാണ്. അപ്പോൾ ആലപ്പി അഷ്റഫിക്ക പറഞ്ഞു മുസ്ലിം പ്രോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉഷയെ കൊണ്ടുപോകാം, ഉഷയെ ആകുമ്പോഴത്തേക്ക് മുസ്ലിം പ്രോഗ്രാം കുറച്ച് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന്. അങ്ങനെ എന്നെ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവര് വിളിച്ചത്. പക്ഷെ നമ്മളെ വാപ്പിയും ഞാനും കൂടെ ലാലേട്ടനോട് പറഞ്ഞു, ലാലേട്ടൻ നയിക്കുന്ന ഒരു പ്രോഗ്രാം എന്ന് പറയുമ്പോൾ അവിടെ ഞാൻ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, വ്യത്യസ്തമായിട്ട് ലാലേട്ടൻ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് എല്ലാവരും നോക്കുന്നത്. അപ്പോൾ ഞങ്ങളൊരു ഒപ്പന സെറ്റ് ചെയ്യട്ടെ, ലാലേട്ടൻ ലീഡ് ചെയ്യുന്നത്. അപ്പം ഒന്ന് സെറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ആ സെറ്റ് ചെയ്ത് കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളെല്ലാവരും ഉണ്ട് അതിനകത്തുള്ള എന്താ ഇന്നസെന്റ് ചേട്ടനുണ്ട്, നെടുമുടി വേണുചേട്ടനുണ്ട്, വിനീത്, പിന്നെ ചില MG ശ്രീകുമാരേട്ടന് മണവാളനൊക്കെ ആക്കിയിട്ടുണ്ട് ചില സ്റ്റേജ് ഇന്നസെന്റ് ഏട്ടനായിരിക്കും. അങ്ങനെ പിന്നെ രേവതി, മോനിഷ,
പിന്നെ സുകുമാരിയമ്മ. എൻ്റെ ഫാദറും ആ ഒപ്പനയിൽ കളിച്ചിട്ടുണ്ട്. ഇപ്പോഴും വീഡിയോ യൂട്യൂബിൽ കിടപ്പുണ്ട്, അത് കാണാൻ പറ്റും. അപ്പം ആ ഒരു ഒപ്പന സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ലാലേട്ടനോട് പറഞ്ഞു ലാല് കളിക്കണം ഇത് ലീഡ് ചെയ്തെന്ന് വാപ്പി പറഞ്ഞപ്പോൾ അയ്യോ ഞാൻ അല്ല അത് എങ്കിലേ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞു. അത് അപ്പം പറഞ്ഞു എന്നാൽ ശരി എന്ന് പറഞ്ഞു. ഞങ്ങൾ റിഹേഴ്സൽ ക്യാമ്പിൽ ട്രിവാൻഡ്രത്ത് വെച്ച് ലാലേട്ടനെ ഇതിൻ്റെ സ്റ്റെപ്സൊക്കെ എല്ലാവരെയും പഠിപ്പിച്ചത് ഞാനും വാപ്പിയും കൂടെയാണ് പഠിപ്പിച്ചു കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ പരിപാടി അവിടെ ഗൾഫിൽ ഭയങ്കര ഹിറ്റായിരുന്നു. ആ ഒപ്പന ഭയങ്കര ഹിറ്റായിരുന്നു. അതിനെ കുറിച്ചൊക്കെ വാർത്തകളും ഒക്കെ വന്നിട്ടുള്ളതാണ്. അങ്ങനെ അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ ലാലേട്ടനെ ചുവട് പിടിപ്പിച്ച ആളാണ് ഞാൻ എന്നുള്ളത്, ഒപ്പന കളിപ്പിച്ചു എന്നുള്ളത്. അതെ 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 സ്റ്റെപ്സ് ഒക്കെ പഠിപ്പിച്ചു കൊടുത്തു. പാട്ട് ഇപ്പോഴും കൈമുതലായിട്ടുണ്ട് എന്നുള്ളതാ. ഇടയ്ക്ക് ചേച്ചി ഒരു ബീച്ച് സൈഡിൽ പാടിയ പാട്ട് കുറച്ചധികം വൈറലായിരുന്നു. പക്ഷെ അത് രണ്ട് തരത്തിലായിരുന്നു വൈറലായിട്ടുണ്ടായിരുന്നത്. ഒന്ന് പാട്ട് പാടുന്നു എന്നുള്ളതും, മനോഹരമായിട്ടൊരു പാട്ട് പാടുന്നു. രണ്ട്, ഈ നടിക്ക് ഈ ഒരു അവസ്ഥ വന്നോ എന്നുള്ളൊരു ചോദ്യം രണ്ടും രണ്ട് രീതിയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ശരിക്കും അത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ഒരു പാട്ട് ആ ബീച്ച് സൈഡിൽ പാടിയിരുന്നു? അതായത് ആലപ്പുഴ ബീച്ചിൽ ആർക്കും പാടാം എന്ന് പറയുന്ന ഒരു വേദിയുണ്ട് അവിടെ. ഒരു 2 കടകളിലാണത്. അവിടെ ബീച്ചിൽ കച്ചവടമൊക്കെ നടത്തുന്ന അവിടെ ഷാജി ജമാൽ എന്ന് പറയുന്ന നമ്മുടെ ഒരു സുഹൃത്തുണ്ട്. പിന്നെ മുബാഷ് എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരുടെ കട അടുത്തത്തെ. മുബാഷ് പിന്നെ പിന്നെ ഇത്രയേ ഉള്ളൂ ആള്. പിന്നെ അപ്പൊ അവരിങ്ങനെ സെറ്റൊക്കെ വെച്ചിട്ട് അവിടെ പാടാറുണ്ട്. അപ്പൊ ഞങ്ങൾ ഇടയ്ക്ക് പോവാറുണ്ട് അവിടെ. മിക്ക ദിവസവും ഞാനും ഹസ്ബൻഡും വൈകുന്നേരം ആകുമ്പോൾ അവിടെ പോകും. അങ്ങനെ പോയ സമയത്ത് ഞാൻ ഒരു ദിവസം ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഹസ്ബൻഡ് വാ വെറുതെ ബോറടിക്കുന്നു വാ പോവാന്ന് പറഞ്ഞ് അപ്പൊ ഞാൻ പർദ്ദ എടുത്തിട്ടത് ഒരുങ്ങാനൊന്നും നിന്നില്ല. രാത്രിയായി ഒരു 7:30 ആയെന്ന് തോന്നുന്നു പോവാൻ. സാധാരണ ഞങ്ങൾ ഒരു 6 മണിക്കൊക്കെ പോകുന്ന. ഇരുട്ടിക്കഴിഞ്ഞാൽ എന്നാൽ ഒരു പർദ്ദയൊക്കെ എടുത്തിട്ടിട്ട് പോവാ. പർദ്ദ എടുത്ത് ഈസി ആണല്ലോ ഇടാൻ, എനിക്ക് ഇഷ്ടവുമാണ് പർദ്ദ ഇടാൻ, ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ തലയിൽ കൂടെ അല്ല, ഇങ്ങനെ ഷോൾ ഇട്ടിട്ടാണ്, പർദ്ദയുടെ ഷോൾ ഇങ്ങനെ ഇട്ടിട്ടാണ് ഞാൻ കാഷ്വലി ഞാൻ എപ്പോഴും ഇടാറുള്ളത് അത്. അപ്പൊ ഞാൻ അവിടെ ചെന്നിരുന്നപ്പോഴത്തേക്ക് ഞാൻ പാടുന്നില്ല എന്ന് പറഞ്ഞിട്ട് സമ്മതിച്ചില്ല. ഒരു പാട്ട് പാടും. നമുക്ക് പരിചയമുള്ള ആൾക്കാരാണ് എല്ലാവരും അവിടെ വരുന്നത്. അപ്പൊ പലരും എന്നെ കാണുമ്പോൾ പറയും ഒരു പാട്ട് പാട് ഹസീന, ഒരു പാട്ട് പാട് ഹസീന. അപ്പൊ അവരവിടെ ഇരിക്കും എന്റെ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ അവിടെ പോയി അവിടെ ഇരുന്ന് ആ കസേരയിൽ ഇരുന്നുകൊണ്ട് തന്നെ ഈ പാട്ട് മൈനാകം പാടിയത് ആരോ വീഡിയോ എടുത്തു. നമ്മുടെ ആ ഷാജി എടുക്കാറുണ്ട് വീഡിയോ, ഷാജി കുറച്ചെടുത്തു. ബാക്കി ആരോ അവിടെ ബീച്ചിൽ വന്ന ആരോ ബ്ലോഗറാന്ന് തോന്നുന്നു എടുത്തു. ഞാൻ പോലും അറിഞ്ഞില്ല. അത് എടുത്ത് അത് പുള്ളി ഇൻസ്റ്റയിൽ ഇട്ടു. അത് ഭയങ്കര വൈറലായി. അപ്പൊ അത് കണ്ടപ്പോ എന്നെ ഈ ഒരു രൂപത്തിൽ അന്നത്തെ സ്കൂട്ടർ യാത്ര പോലെ ആയിപ്പോയി. അതെ, എന്നെ ഈ ഒരു രൂപത്തിൽ ബീച്ചിലിരുന്ന് പാടുന്നു. അത് അതിൻ്റെ അകത്ത് ഷാജി ജമാലിന്റെ ചാരിറ്റിയുടെ ഒരു കമന്റും വരാറുണ്ട് യൂട്യൂബിന്റെ. അയാൾ അതെല്ലാം ഇടാറുണ്ട്. അപ്പൊ ഇവർക്ക് ഈ അവസ്ഥയായിപ്പോയോ, അമ്മ സംഘടനയെ ചീത്ത വിളിക്കുന്നു ആൾക്കാര്, പിന്നെ മമ്മൂക്കായെ ലാലേട്ടനെയും ചീത്ത വിളിക്കുന്നു, ഇവരെ സഹായിച്ചൂടെ എന്ന് ചോദിക്കുന്നു. ഭയങ്കര കമന്റ് ആയിരുന്നു അതിനകത്ത്. അതാണ് ഇതിന്റെ സത്യാവസ്ഥ. അതാണ് ഞങ്ങൾ ഇപ്പോഴും പോകുന്നു, ഇന്നും പോകും വൈകുന്നേരം. ഇപ്പൊ കുറെ ദിവസമായിട്ട് പോയിട്ടില്ല, ഇന്ന് പോണോന്ന് വിചാരിച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, പോകുന്നതിന് മുമ്പ് ഒരു റിഹേഴ്സൽ പോയാലും നമുക്കൊരു പാട്ട് പാടിയിട്ട് അങ്ങോട്ട് അടുത്ത് തുടങ്ങിയാലും ചെറുതായിട്ട്. നീലാകാശ താമരയിലയിൽ നക്ഷത്രലിപിയിൽ, നീലാകാശ താമരയിലയിൽ നക്ഷത്രലിപിയിൽ, പവിഴ കൃതിയ കവിത പകർത്തി വെച്ചു, അന്നതു ഞാൻ വായിച്ചു. വന്നു കണ്ടു കീഴടക്കി എന്നെ കേളി പുഷ്പമാക്കി, ശ്രാവണ ചന്ദ്രിക പൂച്ചൂടിച്ചു, ഭൂമി കന്യക പുഞ്ചിരിച്ചു, അവളുടെ ലജ്ജയിൽ വിടരും ചൊടികളിൽ അനുരാഗ കവിത വിരിഞ്ഞു, ആദ്യത്തെ അനുരാഗ കവിത വിരിഞ്ഞു.
അടിപൊളി. എനിക്ക് തോന്നുന്നു ഇത്തരം പഴയ പാട്ടുകള് ചേച്ചിയുടെ ഒക്കെ സൈഡിൽ നിന്നാണ് ഇപ്പം വന്നോണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. ഇപ്പൊ എല്ലായിടത്തും അടിച്ചുപൊളി പാട്ടുകളും റാപ്പ് സംഗീതവും ഒക്കെയാണ് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്. ഈ പാട്ട് പാടണമെന്ന് കുറേ പേര് ആ. ഇങ്ങനെ ഇന്ന് ഫേസ്ബുക്കിൽ ഞാനൊരു പാട്ട് പോസ്റ്റ് ചെയ്തപ്പോൾ അതിനകത്ത് ചേച്ചി ഈ പാട്ട് പാടും ഈ പാട്ട് പാടണം എന്നൊക്കെ പറഞ്ഞ് കമന്റ് ചെയ്തിട്ടുണ്ട്. അതാ പെട്ടെന്ന് ഞാൻ ആ പാട്ട് ഓർത്തത്. ഓക്കെ. നിലവിലിപ്പം സംഘടനകളെ പറ്റി ചേച്ചി സംസാരിച്ചു. ഓൾറെഡി മമ്മൂക്കയും ലാലേട്ടനെ പറ്റിയൊക്കെ സംസാരിച്ചു തുടങ്ങി. ഇപ്പം ചേച്ചി അംഗമായിട്ടുള്ള അമ്മ സംഘടനയിൽ എന്താണ് സംഭവിക്കുന്നത്? സംഘടനയില് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളെല്ലാവരും ന്യൂസ് ചാനലിലൂടെയും ഒക്കെ കാണുന്നു അറിയുന്നു ഒക്കെ ഉണ്ടല്ലോ. പക്ഷെ കുറെയൊക്കെ പുറത്തേക്ക് വരുന്ന വാർത്തകൾ തെറ്റാണ്. ഈ പുതിയ ഭരണസമിതിയില് സ്ത്രീകളായിട്ടുള്ള ഒരു ഭരണസമിതി വരട്ടെ എന്ന് തീരുമാനിച്ചപ്പോ അന്ന് ഈ ഇപ്പൊ പ്രസിഡന്റും സെക്രട്ടറി ആയിരിക്കുന്ന 2 വ്യക്തികൾ യോഗ്യരല്ല ആ പോസ്റ്റിലേക്ക് വരാൻ, അവിടെ ഇരിക്കാൻ യോഗ്യരല്ല എന്ന് പറഞ്ഞത് ഞാൻ തന്നെയാണ്. അത് പറയാൻ വ്യക്തമായിട്ട് കാരണങ്ങൾ ഉള്ളത് കൊണ്ടാണ്, വെറുതെ അല്ല പറഞ്ഞത്. അതൊരു 10 മാസം കൊണ്ട് തെളിയിക്കുകയും ചെയ്തു. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്നുള്ളത് 10 മാസം കൊണ്ട് അവരത് തെളിയിച്ചു. ശ്വേതാ മേനോൻ, കുക്കു പരമേശ്വർ, പക്ഷെ അവർ ഭരണസമിതി വന്ന് വോട്ട് ചെയ്ത് നമ്മുടെ അംഗങ്ങൾ വളരെയേറെ വിശ്വസിച്ചിട്ടാണ് അവർക്ക് വോട്ട് കൊടുത്ത് ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വന്നപ്പോൾ തീർച്ചയായിട്ടും വിജയിച്ച അവർ നമ്മുടെ പ്രസിഡന്റും സെക്രട്ടറിയും തന്നെയാണ്. ആ സംഘടനയ്ക്ക് വേണ്ടിയിട്ടുള്ള, അവർക്ക് ഭരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും അംഗങ്ങളെല്ലാവരും ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇവർ പറയുന്നത് പോലെ പിന്നെ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ട് പാവയാകാൻ പറ്റില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ, അവിടെ പാവയായിട്ടിരിക്കാൻ ആ ആരാണ് അവരുടെ അടുത്ത് എന്തെങ്കിലും ഫോഴ്സ് ചെയ്തിട്ടുള്ളത്? നമ്മുടെ സംഘടനയിൽ ഇന്നതുപോലെ നിങ്ങൾ പ്രവർത്തിക്കൂ, ഇന്നതുപോലെ പ്രവർത്തിക്കണം എന്ന് അമ്മ സംഘടനയിലെ മുൻകാലങ്ങളിൽ ഇരുന്ന ഭാരവാഹികളോ സൂപ്പർ സ്റ്റാർസോ ആരെങ്കിലും അങ്ങനെ അവരോട് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. അവരെ വിട്ടുകൊടുക്കുക, അവർ ഭരിക്കട്ടെ, അവർക്ക് ഇടപെടേണ്ട കാര്യമില്ലല്ലോ. അവിടെ അവർ നല്ല രീതിയിൽ ഭരിച്ചു പോയാൽ മതിയായിരുന്നു. പക്ഷേ 10 മാസത്തിന്റെ ഇടയ്ക്ക് നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന കുറെ കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്തു എന്നുള്ളതല്ലാതെ പിന്നെ നമ്മൾ കേൾക്കുന്നത് എന്താണ്? പ്രസിഡന്റ് തന്നെ വന്നിട്ട് പറയുകയാണ് സെക്രട്ടറി ശരിയല്ല, സെക്രട്ടറി ഞങ്ങൾക്ക് എനിക്കൊന്നും അറിയില്ല, എന്നെ ഒന്നും അറിയിക്കുന്നില്ല. അങ്ങനെയാണ് നമ്മളെല്ലാം അറിയുന്നത്. നമ്മൾ അംഗങ്ങളായാലും ഒക്കെ അറിയുന്നത് ഈ ഇവിടെ വിഷയമുണ്ടെന്ന് അറിയുന്നത് അവര് പ്രസിഡന്റ് പറയുമ്പോഴാണ്. അതിനെ തുടർന്ന് വരുന്ന വാർത്തകളെല്ലാം നമ്മൾ എല്ലാവരും അറിഞ്ഞിട്ടുള്ളതാണ്. ആ ഓഫീസിൽ ഒരു സംഘടനയിൽ നടക്കാൻ പാടില്ലാത്ത കുറേയേറെ കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത്. നാണക്കേടായി. അമ്മ എന്ന് പറയുന്ന സംഘടന വല്ലാത്ത നാണക്കേടില്, സ്ത്രീകളായ നമുക്ക് ആർട്ടിസ്റ്റുകളാണെന്ന് അമ്മയിലെ അംഗമാണ്, പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ആൾക്കാരുടെ ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലാത്തൊരവസ്ഥ, അത്രയ്ക്ക് നാണക്കേട് ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. ഈ അധോലോകം പോലെയൊക്കെയാണ് അതിനകത്ത്. ഒരു മാനേജർ വന്ന് പറയുന്നു അവരെ കുറിച്ചുള്ള, സെക്രട്ടറി അവരെ പിരിച്ചുവിട്ടതിന്റെ പിന്നിൽ ഇതാണ് കാര്യം, ട്രഷററെ കുറിച്ച് പറയുന്നു. അപ്പൊ ആ ട്രഷറർ പിന്നെ ആ മെസ്സേജിനെ കുറിച്ച് സെക്രട്ടറി അവരെ പിന്നെ അങ്ങനെ അയാളൊരു പാവം ഏകാന്തത അനുഭവിക്കുന്ന ആളാണ്. അതൊക്കെ വളരെ മോശം കാര്യങ്ങളാണ് പുറത്തോട്ട് വന്നത്. അതിനുശേഷം ഒരു സെക്യൂരിറ്റി പറയുന്നു ഈ സെക്രട്ടറി മാനേജറുമായിട്ട് അവിഹിത ബന്ധമുണ്ടെന്ന് പറയാൻ സെക്രട്ടറി നിർബന്ധിച്ചു. എങ്ങനെ പിന്നീട് അതാണ് ആദ്യം വന്നത്. അതിനുശേഷം അതൊക്കെ കുടുംബസംഗമത്തിന് ശേഷമാണ്. കുടുംബസംഗമത്തിന് മുമ്പാണ് ലക്ഷ്മി പ്രിയ അൻസിബയും തമ്മിലുള്ള ഇഷ്യൂ ഉണ്ടായത്. അതൊക്കെ ഞങ്ങൾക്ക് നമ്മൾ സുഹൃത്തുക്കളായതുകൊണ്ട് അറിയാം. പക്ഷെ അത് ഇത്രയും വലിയൊരു വിഷയമാകുമെന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ലായിരുന്നു. പിന്നീട് കുടുംബസംഗമം കഴിഞ്ഞ് ഈ ഇഷ്യൂസ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് അൻസിബ, അതിനു മുമ്പ് അൻസിബ പല പ്രാവശ്യം രാജിവെക്കണമെന്ന് പറഞ്ഞത്. അപ്പൊ നമ്മളൊക്കെ ഞാനും പനമ ചേച്ചിയൊക്കെ ആയിട്ട് എപ്പോഴും കമ്മ്യൂണിക്കേഷൻ ഉള്ളതുകൊണ്ട് വന്ന് ഇപ്പൊ രാജിവെക്കരുത്, നോക്കാം, നമുക്ക് ജനറൽ ബോഡി വരട്ടെ, ജനറൽ ബോഡി വരെ കാത്തിരിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ അൻസിബ കൊടുത്തതിന് ശേഷം ഞാൻ രാജി കൊടുത്തു കേട്ടോ എന്ന് പറഞ്ഞു. അയ്യോ വേണ്ടായിരുന്നു എന്ന് ഞങ്ങൾ പറയുകയും ചെയ്തു. പക്ഷെ ജനറൽ ബോഡി വരട്ടെ, ജനറൽ ബോഡി വരെ ഞാൻ ഇരിക്കാം എന്നവള് പറഞ്ഞിട്ടുമുണ്ടായിരുന്നു. പക്ഷെ ജനറൽ ബോഡിക്ക് തൊട്ട് മുമ്പ് തന്നെ അവളെ വിളിച്ച് ചോദിച്ചു, അൻസിബ രാജി ഞങ്ങള് എക്സിക്യൂട്ടീവിൽ പിന്നെ ഇതിൽ ഉറച്ചു നിൽക്കുകയാണോ എന്ന് ചോദിച്ചപ്പോൾ അതെ എന്ന് പറഞ്ഞു. എന്നാ ഇപ്പം നമ്മളത് തീരുമാനിക്കാന്ന് പറഞ്ഞ് സ്വീകരിച്ചെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോ ഇത്രയും പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായപ്പോ ജനറൽ ബോഡിയിൽ വരുമ്പോ അതുവരെ മുഖത്തോട് മുഖം നോക്കാത്ത, തമ്മി ചളിവാരി എറിയുകയും പരസ്പരം വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്ന ആൾക്കാരെ ജനറൽ ബോഡിയിൽ വന്നു കഴിഞ്ഞപ്പോ
ഇവരൊരു പ്രശ്നവും ഇല്ല, ഭയങ്കര സുഹൃത്തുക്കൾ. ഭയങ്കര സുഹൃത്തുക്കൾ. ഇവിടെ ഇതൊന്നും നടന്നിട്ടില്ല, ഉം. അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്നുള്ള രീതിയിലാണ് ഇവരവിടെ വന്ന് ഇരുന്നത്. ഇരുന്ന് കഴിഞ്ഞാൽ എന്നാ ഇവർ പറയണ്ടേ? ഉം. ഈ അംഗങ്ങൾ വിഡ്ഢികളും മണ്ടന്മാരും ഒന്നും അല്ലല്ലോ, ബുദ്ധിയുള്ളവരും ഒക്കെ അല്ലേ. അപ്പൊ അവരോട് എന്ത് പറഞ്ഞു, ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ വീഴ്ച പറ്റി, തെറ്റ് പറ്റിപ്പോയി, ഞങ്ങൾ അതുകൊണ്ട് ഇനിയുള്ള സമയം ഞങ്ങൾ നന്നായിട്ട് ഇങ്ങനെയുള്ള വീഴ്ചകളൊന്നും ഇല്ലാതെ തന്നെ മുമ്പോട്ട് പൊക്കോളാം എന്ന് ആദ്യം തന്നെ ഇവരെല്ലാവരും കൂടെ വന്നൊന്ന് നിന്ന് ആൾക്കാർ പറഞ്ഞാൽ മനസ്സിലാക്കുമായിരുന്നു. അതൊന്നും ചെയ്യാതെ പ്രസിഡന്റ് വന്നിട്ട് ഈ മുൻപ് നടന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും അവർ പറയുന്നില്ല. 1500 രൂപ വീതം നമ്മൾ പെൻഷൻ കൂട്ടിത്തരും, അതിനൊരു സ്പോൺസർ ഉണ്ട്, അമ്മയുടെ ഫണ്ടിൽ നിന്ന് എടുക്കത്തില്ല, അതിനൊരു സ്പോൺസർ ഉണ്ട്. പിന്നെ എന്തുവാ, അടുത്ത ജനറൽ ബോഡി തായ്ലൻഡിലാണ്, 4 ദിവസം തായ്ലൻഡിൽ പോയി നമ്മൾ അടിച്ചു പൊളിക്കും. ഇതൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ അക്കൗണ്ട്സ് റിപ്പോർട്ട് അവതരിപ്പിക്കുക. സാധാരണ ഒരു ജനറൽ ബോഡി എന്ന് പറയുമ്പോൾ നമുക്ക് ഇത്രയും കാലത്തിൻ്റെ ഇടയ്ക്ക് നമ്മൾക്ക് പോസ്റ്റൽ വഴി 1 മാസം മുമ്പ് നമുക്ക് അക്കൗണ്ട്സ് പിന്നെ അക്കൗണ്ട് വരാറുണ്ട്, റിപ്പോർട്ട് വരാറുണ്ട്, കണക്കൊക്കെ വരുന്നതാണ്. പക്ഷെ അതൊന്നും നമുക്ക് അയച്ചിട്ടില്ല. പോസ്റ്റലിൽ നമുക്ക് ഈ ജനറൽ ബോഡി ആണെന്ന് പറഞ്ഞ ഒരു ലെറ്റർ വന്നത് തന്നെ 29-ാം തീയതി ഡേറ്റ് ഇട്ടിട്ട്, മെയ് 29-ാം തീയതി ഡേറ്റ് ഇട്ടിട്ട് വരുന്നത് ജൂൺ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ജനറൽ ബോഡിയുടെ ഒരു 3 ദിവസം മുമ്പാണ് കൊറിയറിൽ ഈ ലെറ്റർ വരുന്നത്. പലർക്കും കിട്ടിയില്ല എന്നുള്ള പലർക്കും കാര്യങ്ങൾ കിട്ടിയിട്ടില്ല. പറയുന്നുണ്ട്. വാട്സപ്പിൽ ഇങ്ങനെ പറയുന്നതല്ലാതെ സാധാരണഗതിയിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കഴിയുമ്പോൾ അവിടെ എടുക്കുന്ന തീരുമാനങ്ങളും എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത് പോസ്റ്റലിൽ നമുക്ക് അറിയിക്കും. അതാണ് കീഴ്വഴക്കം. പക്ഷെ അതൊന്നും ഈ കാലയളവിൽ ഈ ഭരണസമിതി ചെയ്തിട്ടില്ല. റിപ്പോർട്ടും കണക്കും അയച്ചിട്ടില്ല. അവിടെ വന്നപ്പോഴാണ് നമ്മുടെ കയ്യിലൊക്കെ ഇത് തരുന്നത്. അവിടെ ഇരുന്ന് എങ്ങനെ നോക്കാനാ? അവിടെ പ്രിന്റ് ചെയ്ത് വന്ന കണക്ക് വേറെ, ഇവർ വായിച്ച കണക്ക് വേറെ, ഇവർ വാട്സപ്പിൽ അയച്ചു തന്നത് വേറൊന്ന്. ഇങ്ങനെ പരസ്പരം ബന്ധമില്ലാത്ത ഒരു റിപ്പോർട്ടും കണക്കുമാണ് അവരവിടെ കൊണ്ടുവന്നത്. അപ്പോൾ ഒരു ജനറൽ ബോഡി എന്ന് പറയുമ്പോൾ, ഒരു സംഘടനാപരമായിട്ട് നോക്കുമ്പോൾ കണക്കും റിപ്പോർട്ടും ശരിയല്ലെങ്കിൽ എന്താ ചെയ്യുക? അത് എക്സ്പ്ലനേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ അവര് രാജിവെക്കാൻ മാറണം. അതാണ് വേണ്ടത്. അതാണ് അവിടെ സംഭവിച്ചത്. 2 പ്രാവശ്യം കൈപൊക്കാം. അതിനു മുൻപ് തന്നെ അപ്പൊ ചോദിക്കും അവിശ്വാസ പ്രമേയം എന്തുകൊണ്ട് ചെയ്തു എന്നുള്ളത്. അതിന് തക്കതായ കാരണമുണ്ട്. അതായത് ഈ പറഞ്ഞില്ലേ 1500 രൂപ കൈനീട്ടം കൂട്ടിത്തരുമെന്ന്. ഈ പെൻഷൻ ഞങ്ങൾക്ക് തരുന്നത് അമ്മയുടെ ഫണ്ടിൽ നിന്നാണ്. ഈ 1500 രൂപ പെൻഷൻ തരുമെന്ന് പറയുന്നത് ഒരു സ്പോൺസറുടെ കയ്യിൽ നിന്ന് തരുമെന്നാണ് പറയുന്നത്. ഇത്രയും കാലത്തിന്റെ ഇടയ്ക്ക് നമുക്ക് പെൻഷൻ തന്നുകൊണ്ടിരുന്ന അമ്മയുടെ ഫണ്ടിൽ നിന്നാണ്. അമ്മയുടെ ഫണ്ടിൽ നിന്ന് ഞങ്ങളത് വളരെ അഭിമാനപൂർവ്വമാണ് ആ പൈസ കൈനീട്ടം സ്വീകരിക്കുന്നത്. മമ്മൂക്കായും ലാലേട്ടനും ഉൾപ്പെടെയുള്ള ആൾക്കാർ സ്റ്റേജ് ഷോ നടത്തി, ചാനലുകളിൽ സ്റ്റേജ് ഷോ നടത്തിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് കൊണ്ടാണ് നമുക്ക് ഈ എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ടിരുന്ന. ആവശ്യത്തിനുള്ള പണം അമ്മയുടെ അക്കൗണ്ടിൽ ഇപ്പോഴും ഉണ്ട്. ഈ കുടുംബസംഗമം നടത്തിയിട്ടാണ് സഞ്ജീവനി പോലുള്ള പദ്ധതിക്ക് വേറെ പണവും അക്കൗണ്ടിലുണ്ട്, ഇതുണ്ട്. അപ്പൊ പിന്നെ എന്തിനാണ് പുറത്തുനിന്ന് ഒരാളുടെ സ്പോൺസറുടെ പൈസ വാങ്ങി ഞങ്ങൾക്ക് പെൻഷൻ കൂട്ടിത്തരേണ്ട ആവശ്യം എന്താണ്? അതിനേക്കാളും നല്ല ഞങ്ങളങ്ങ് തെണ്ടാൻ വിടുന്നതല്ലേ. അതെ, ഞങ്ങൾക്ക് എന്തിനാ മറ്റുള്ളവരുടെ ഔദാര്യം? ഞങ്ങളുടെ സംഘടന തരുന്ന കൈനീട്ട അഭിമാനപൂർവ്വം ഞങ്ങളത് വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന. ആ പൈസക്ക് 1500 രൂപയ്ക്ക് ഒരു സ്പോൺസർ കണ്ടുപിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു പുറത്തുനിന്ന്. അതിനകത്ത് വേറൊരു കാര്യം ഒന്ന് ഇടയ്ക്ക് ചോദിക്കുകയാണ്. ഇന്നലെ കണ്ട ന്യൂസില് അദാനി 25 ലക്ഷം രൂപ അമ്മയ്ക്ക് ഫണ്ട് ചെയ്യുന്നു എന്ന് പറയുന്നു. എന്തിന്? അതാണ് ജനങ്ങളുടെ ചോദ്യം. അതാണ് ഞാൻ അവിശ്വാസ പ്രമേയത്തിന് മുന്നിൽ നിൽക്കാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ, ജനറൽ ബോഡിക്ക് 2 ദിവസത്തിന് മുമ്പാണ് ഞാൻ അറിയുന്നത് നമ്മുടെ ലക്ഷ്മിപ്രിയ പൊന്നമ്മ ചേച്ചിയെ വിളിച്ചിട്ട് പറയാണ്, എന്നെ ജിഹാദി എന്ന് വിളിച്ച കാര്യം പറയുമോ ജനറൽ ബോഡിയിൽ, ഉഷ ചേച്ചി പറയുമോ എന്ന് ചോദിച്ചു. പറയും, ഞാനത് ചാനൽ ഞാൻ അന്ന് പറയും എന്ന് പറയും. അതെന്താണെന്നറിയാമോ ചേച്ചി, എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായി പൊന്നു, ഈ നമ്മുടെ ഭരണസമിതി മാറിപ്പോയാൽ നമുക്ക് അദാനിയുടെ കയ്യിൽ നിന്ന് ഒരുപാട് ഫണ്ട് ശ്വേത ചേച്ചി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ആ ഫണ്ട് കൊണ്ടുവന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും.
എന്തിനാണ് നമ്മുടെ അദാനിയുടെ ഫണ്ട് നമ്മുടെ അമ്മയ്ക്ക്? അപ്പൊ അവർ ഈ സംഘടന എങ്ങോട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്? എങ്ങോട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്? ഇതൊരു ശരിയായ രീതിയല്ല. അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അവിശ്വാസം. ഇനി ഈ ഭരണസമിതി ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. ഇത്തരം നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത പല കാര്യങ്ങളും അതിനകത്ത് നടക്കാൻ പോകുന്നു. അതുകൊണ്ട് ഇനി ഇവര് വെച്ചു പൊറിപ്പിക്കാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് നമ്മൾ അവിശ്വാസ പ്രമേയം റെഡിയാക്കിയത്. പിന്നെ അതിന് മുൻപ് പിന്നെ എല്ലാവരും തയ്യാറായത്. പക്ഷെ അതവിടെ കൊണ്ടുവന്നാലും ഇവര് റിപ്പോർട്ടും കണക്കും റെഡി ആയിരുന്നെങ്കിൽ അവർക്ക് അവരുടെ ഭാഗം പിന്നെ ശരിയാക്കാമായിരുന്നു. അത് ശരിയല്ലായിരുന്നു. പിന്നെ കഴിഞ്ഞ കുടുംബസംഗമത്തിന് അമ്പലത്തിൽ നിന്ന് കിട്ടിയ പൈസയുടെ കുറച്ച് പൈസ കിട്ടിയിട്ടുള്ളൂ. പിന്നെ ഒരു ചെക്കാണ് കാണിച്ചിരിക്കുന്നത്, ബാലൻസ് പൈസയുടെ. അത് 3 ദിവസത്തിനുള്ളിൽ ക്രെഡിറ്റ് ആകേണ്ട ചെക്ക് ഇതുവരെ ക്രെഡിറ്റ് ആയിട്ടില്ല. പൈസ ഇപ്പോഴും ഫണ്ട് വന്നിട്ടില്ല എന്നാണ് എനിക്കറിയാം. വന്നിട്ടില്ല. പ്രോഗ്രാം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞു, 3-4 മാസമൊക്കെ കഴിഞ്ഞു അല്ലേ? 4 മാസം. ഫെബ്രുവരി 14-ാം തീയതി അല്ലായിരുന്നു? ഇത്രയും മാസം കഴിഞ്ഞിട്ടും ആ പൈസയും കിട്ടിയിട്ടില്ല. അപ്പൊ മൊത്തത്തിൽ അവരുടെ ഭാഗത്ത് ഒരു രീതിയിൽ ഈ ഭരണസമിതി ചിട്ടയായ രീതിയിലല്ല പോയത്. അപ്പൊ ജനങ്ങൾ കണക്ക് ചോദിച്ചു. പിന്നെ പല അങ്ങോട്ടും ഇങ്ങോട്ടും ആർഗ്യുമെന്റ്സ് ആയി. ബാബുരാജിന്റെ പേരിൽ ശ്വേത ഒരു ആരോപണം ഉന്നയിച്ചു കണക്കിന്റെ കാര്യത്തിൽ. ബാബുരാജ് അവിടെ കയറി നിന്ന് ബാബുരാജിന്റെ ഭാഗം ക്ലിയർ ആയിട്ട് പറഞ്ഞ് ജനറൽ ബോഡിയെ ബോധ്യപ്പെടുത്തി. ബാബുരാജ് തിരിച്ചൊരു ആരോപണം പറഞ്ഞു. അപ്പൊ എന്ത് വേണം? എന്നെ കുറിച്ച് ഒരു ആരോപണം പറഞ്ഞാൽ ഞാൻ അവിടെ ജനറൽ ബോഡിയുടെ മുമ്പിൽ തെരഞ്ഞെടുത്ത് പ്രസിഡന്റ് ആക്കിയ പിന്നെ ആൾക്കാരാണ് അവിടെ ഇരിക്കുന്ന അംഗങ്ങൾ. അവരുടെ മുമ്പ് ക്ലിയർ ചെയ്യാൻ ബാധ്യസ്ഥയല്ലേ? അത് പറയാതെ ഞാൻ അംഗത്വം രാജിവെച്ച് പോവുകയാണ്, ഞാൻ കോടതിയിൽ ബാബുരാജിനെ കണ്ടോളാന്ന് പറഞ്ഞ് ഇറങ്ങി പോവുക ചെയ്തത്. അതിന്റെ കൂടെ ഒരു കാര്യം കൂടെ ചേർത്തു, ഞാൻ ഇനി മാധ്യമങ്ങളിൽ കൂടി മറുപടി മീഡിയ അത് പറഞ്ഞിട്ട് ഇവര് കള്ളച്ചിരി ഇങ്ങനെയൊക്കെ പോകുന്ന കണ്ടു. മീഡിയയിലൂടെ കാണാം, മീഡിയയിൽ പോയി പറയാം, ഞാൻ എന്താ പറയണ്ടേന്ന് എനിക്കറിയാം, മീഡിയയിൽ ഞാൻ പറഞ്ഞോളാം എന്നൊക്കെ. അതൊരു ഞാൻ അവിടെ ശ്വേത പറഞ്ഞത് ഭയങ്കര ഗൂഢാലോചന നടന്നു എന്നാ. അങ്ങനെ ഒരു ഗൂഢാലോചനയൊന്നും അവിടെ ആരും നടത്തിയിട്ടൊന്നും ഉണ്ടായിട്ട് എനിക്കറിയത്തില്ല. എന്റെ അറിവിൽ അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഇവർ ഗൂഢാലോചന നടത്തി. ഇവർ തലേ ദിവസം പ്ലാൻ ചെയ്തു. ഇതുവരെ ഉണ്ടായ കാര്യങ്ങൾ നമ്മൾ പുറത്ത് പറയില്ല, അവിടെ നമ്മൾ ഒരു പ്രശ്നം ഇല്ലാത്ത പോലെ പോയിരുന്ന് നമ്മളെ ജനറൽ ബോഡി അങ്ങ് വിഡ്ഢികളാക്കാന്നാ വിചാരിച്ചത്. അത് നടന്നില്ല. അതാണ് സത്യത്തിൽ. ശരിക്കും അമ്മ എന്ന സംഘടനയെ ഈ രാഷ്ട്രീയവൽക്കരിക്കാൻ ചില ആൾക്കാർ ശ്രമിച്ചു എന്ന് തോന്നുന്നുണ്ടോ? ആര് ഇവിടെ ഇപ്പൊ ലക്ഷ്മിപ്രിയ തന്നെ പറയുന്നുണ്ട്, KB ഗണേഷ് കുമാറിന്റെ രാഷ്ട്രീയം പറയുന്നു, സിദ്ദിഖിന്റെ രാഷ്ട്രീയം പറയുന്നു, ജഗദീഷിന്റെ രാഷ്ട്രീയം പറയുന്നു, പിഷാരടിയുടെ രാഷ്ട്രീയം പറയുന്നു, പലരുടെയും രാഷ്ട്രീയം പറയുന്നു. അവരാരും ഈ കാലയളവിൽ അവരുടെ രാഷ്ട്രീയം അമ്മയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷെ ഇവര് ശ്രമിക്കുന്നു, ഇവിടെ വർഗീയത കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. മനസ്സിലായോ? അത് എന്റെ ഒരു പേരിന്റെ പേരിൽ പോലും വർഗീയത കൊണ്ടുവന്നില്ലേ കഴിഞ്ഞ ദിവസം അവര്? അതെ, എന്റെ ഒരു പേരിന്റെ പേരിൽ പോലും അവര് വർഗീയത കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ഇതാരാണ്? നമ്മൾ ആരെങ്കിലും ആണോ ചെയ്തത്? എന്തിനു വേണ്ടിയിട്ട്? അതൊന്നും അവിടെ നടക്കത്തില്ല. അമ്മ എന്ന് പറയുന്ന സംഘടന ഈ ഇത്രയും നാൾ 31 വർഷത്തിനിടയ്ക്ക് ഇങ്ങനെ ഒരു മതത്തിന്റെ പേരിലോ രാഷ്ട്രീയത്തിന്റെ പേരിലോ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അവിടെ എല്ലാവരും ഒരേപോലെ ഒരു മതം, ഇന്ന മതം, മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യാനി അങ്ങനെയൊന്നുമില്ല. എല്ലാ മതക്കാരും ഉണ്ട് അവിടെ. അവരെല്ലാവരും ഒരുപോലെ തന്നെയാണ് സന്തോഷത്തോടെ പോകുന്നത്. അതിനകത്തേക്ക് വർഗീയത കൊണ്ടുവരാനും അദാനിയെ കൊണ്ടുവരാനും ഇവരെന്താ ഉദ്ദേശിച്ചത്? പുറത്തുനിന്ന് ഫണ്ട് കൊണ്ടുവന്ന് നമ്മളെ തായ്ലൻഡിൽ കൊണ്ടുപോകാൻ പോകുന്നു. അതൊക്കെയാണോ വലിയ കാര്യം? അതൊന്നുമല്ല. അതുകൊണ്ട് തന്നെയാണ് ഇത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല എന്ന് തീരുമാനിച്ചത്. ഒപ്പം തന്നെ അധികം ആരും ചോദിക്കാത്ത അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടാത്ത ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. ഇവിടെ കുക്കു പരമേശ്വരനിൽ നിന്നാണ് ഒരു ഇഷ്യൂ തുടങ്ങി വെച്ചത്. പക്ഷെ കുക്കുവിനെ പറ്റി ഇപ്പൊ ആരും സംസാരിക്കുന്നില്ല. ആരാണ് കുക്കുവിനെ നിലയിൽ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്? കുക്കുവിന്റെ പേരേ ഇവിടെ, കുക്കു എവിടെ ഒളിച്ചു നിൽക്കുകയായിരുന്നു. കുക്കു ഫ്രെയിമിലേ വന്നില്ല. അമ്മയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു കുക്കു എല്ലാം പറഞ്ഞിട്ട്. കുക്കു പറയുന്ന മെമ്മറി കാർഡിന്റെ ഇഷ്യൂ പറഞ്ഞാലും ഞാൻ അമ്മയെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു. അമ്മയിൽ അമ്മയിൽ ആരെ സംരക്ഷിക്കാനാ കുക്കു പരമേശ്വരൻ ശ്രമിക്കുന്നത്? ഇപ്പൊ പരിശ്രമിച്ച് ഈ നാണക്കേടൊക്കെ ഉണ്ടാക്കി വെച്ചു. അന്നും പറയുന്ന കേട്ടു, അതുലയെ പറഞ്ഞു വിട്ടത് അമ്മയെ രക്ഷിക്കാൻ വേണ്ടി. അവരെ അവിടെ ഇരുത്തിക്കഴിഞ്ഞാൽ ഹണി ട്രാപ്പ് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞു വിട്ടതെന്നാണ് കുക്കു പരമേശ്വരൻ അവിടെ പറഞ്ഞത്. അങ്ങനെ പറയാൻ അവിടെ ഏത് നടന്മാരാ ചെല്ലുന്നത്? അമ്മയുടെ ഓഫീസിൽ ഒരു നടന്മാരും ചെല്ലേണ്ട ആവശ്യമില്ല. അവരവിടെ ഇതിനു മുമ്പും ഒക്കെ ചെല്ലുക, പോകുക, അവനോ ജോലി ചെയ്യുക, പോവുക. ഇവരാണ് രാത്രിയും 12 മണി, 1 മണി വരെ, 2 മണി വരെ ഒക്കെ ഇരുന്നത്. കറണ്ട് ചാർജ് പോലും
ഭയങ്കര ഭയങ്കര ബില്ലാ വന്ന്, കറണ്ട് ചാർജ് എന്നാ പറഞ്ഞു, ഭയങ്കര ബില്ലാ വന്നിരിക്കുന്നത്. അത് ചോദിച്ചപ്പോ അവിടെ സോളാർ ഉള്ളതാ, അതിന്റെ സ്വിച്ച് എവിടെയാണെന്ന് മറന്നുപോയി എന്നാ പറയുന്നത്. ആ സ്വിച്ച് എവിടെയാന്ന് മറന്നുപോയിന്ന്, അവിടെ അറിയത്തില്ലായിരുന്നു. അത് വിളിച്ച് എവിടെയൊക്കെയാണ് ക്യാമറ ഇരിക്കുന്നതെന്ന് കൃത്യമായിട്ട് കൊറേ അറിയാവുന്ന ആൾക്കാർക്ക് ക്യാമറ സ്വിച്ച് ഇല്ല. വെച്ചിട്ടുണ്ടെന്നാ പറയുന്നത്, കൊറേ ക്യാമറ വെച്ചിട്ടുണ്ട്. എന്താവശ്യത്തിനാണെന്ന് അറിയത്തില്ല. അതുപോലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങള്, ഇതുവരെയുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ അംഗങ്ങളൊന്നും ഒരു പിന്നെ അവിടെ വരുന്നു, കമ്മിറ്റിയിൽ പങ്കെടുക്കുന്നു, പോകുന്നു എന്നുള്ളതല്ലാതെ ഈ കമ്മിറ്റി തുടങ്ങിയപ്പോ മുതല് ഓരോ സിറ്റിങ്ങിനും ഒരാൾ 3000 രൂപ വെച്ച് വാങ്ങിച്ചു എന്നാ പറയുന്നത്. എഴുതി കണക്കിലുണ്ട്, 3000 രൂപ വെച്ച് വാങ്ങിച്ചു. ട്രാവലിംഗ് എക്സ്പെൻസ് ഒരാൾക്ക് 3000 വെച്ച് എഴുതി. ഇതൊക്കെ അവിടെ ഇതിനു മുമ്പൊന്നും ഉണ്ടായിട്ടില്ല. അനാവശ്യ ചെലവുകളല്ലേ, നമ്മൾ സേവനമല്ലേ. അപ്പൊ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായിട്ടും അമ്മയിലെ ഭാരവാഹിയായിട്ടും വരുന്നത് പണം ഉണ്ടാക്കാനും പൈസ വാങ്ങിക്കാനും വേണ്ടിയിട്ടാ. അതൊരു സേവനമായിട്ട് കാണണ്ടേ? അതല്ല അവിടെ നടന്നത്. പല കാര്യങ്ങളിലും എല്ലാവരും അത് അവിടെ ഒരു ബിസിനസ് ആയിട്ട് ഈ ഭരണസമിതി കണ്ടു. കുടുംബസംഗമം നടത്തിയപ്പോൾ ആദ്യത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തന്നെ ഈ കുടുംബസംഗമവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചയിൽ തന്നെ പറഞ്ഞത്, ആർക്ക് വേണമെങ്കിലും സ്പോൺസറെ കൊണ്ടുവരാം, ഇത്ര ശതമാനം കമ്മീഷൻ എടുക്കാം. ഇന്ന് വരെ അങ്ങനെ ഒരു സംഭവം അമ്മയിൽ ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ടാണ് അതൊക്കെ ഉണ്ടാകുന്നത്. അപ്പോ എന്നിട്ട് കൊണ്ടുവന്നിട്ട് പൈസ വാങ്ങിച്ചിട്ടുണ്ടോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ, അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. അങ്ങനെയൊക്കെയാണ് അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം ഈ കുടുംബസംഗമം നടത്തുമ്പോൾ സ്റ്റീഫൻ ദേവസി എന്ന് പറയുന്ന മ്യൂസീഷ്യന് 11 ലക്ഷം രൂപ കൊടുത്ത്, കുടുംബസംഗമം എന്ന് പറയുന്നത് കുടുംബസംഗമത്തിലെ അംഗങ്ങൾക്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, നമ്മുടെ അമ്മയിലുള്ള മെമ്പേഴ്സിന് പെർഫോം ചെയ്യുക, കുടുംബാംഗങ്ങൾ കാണുക. അപ്പൊ ഇതിനു മുമ്പ് ചാനലിലെ പരിപാടികളൊക്കെ നടത്തി. അപ്പൊ പല സ്റ്റാർഡമുള്ള ആൾക്കാരെയൊക്കെ വിളിക്കുന്ന ചാനൽ പറയുന്നവര്. അപ്പൊ അതിന്റെ ഒരു വിഷമം, കുറെ അംഗങ്ങൾക്ക് പെർഫോം ചെയ്യാൻ കഴിവുള്ള കുറെ അംഗങ്ങളെ മാറ്റി നിർത്തുന്നു എന്നുള്ളൊരു പരാതിയൊക്കെ ഉണ്ടായിരുന്നു. ഞാനും പറഞ്ഞിട്ടുണ്ട് പരാതി. അതെ, അൻസിബയും എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, പാവപ്പെട്ട അമ്മമാർക്ക് കിട്ടുന്ന ഒരു അവസരം പലരും ഇല്ലാതാക്കി എന്നുള്ളത്. പാവപ്പെട്ട അമ്മമാര് മാത്രമല്ല, പിന്നെ എല്ലാ കലാകാരന്മാർ, കഴിവുള്ള കലാകാരന്മാർക്ക് കിട്ടേണ്ട ഒരു അവസരം, അത് കുടുംബസംഗമം കൊണ്ട് ഉദ്ദേശിച്ചത് അത് തന്നെ. അങ്ങനെ മാറ്റി നിർത്തിയവരെയൊക്കെ ഒത്തുചേർത്തുകൊണ്ട് അവർക്കൊക്കെ ഒരു സ്റ്റേജ്, അവർ മാത്രം. കഴിഞ്ഞ കുടുംബസംഗമം അങ്ങനെ തന്നെയാണ് നടന്നത്, കൃത്യമായിട്ട് നല്ല പരിപാടിയായിരുന്നു. ഇപ്രാവശ്യം പക്ഷെ ഭയങ്കര പ്രശ്നമായി. സ്റ്റീഫൻ ദേവസിയെ കൊണ്ടുവന്നപ്പോഴേ ഞാൻ അൻസിബയോട് ചോദിച്ചതാ, അൻസിബ എന്തിനാ അൻസിബ ഈ സ്റ്റീഫൻ ദേവസി ഇത്രയും രൂപ കൊടുത്ത് കൊണ്ടുവരേണ്ട കാര്യം എന്താണ്? സ്റ്റീഫൻ ദേവസിയെ അമ്മയിലെ അംഗങ്ങൾക്ക് പെർഫോം ചെയ്യാനാ. വേറൊരു കാര്യം എന്താന്ന് വെച്ചാല്, ഈ പ്രോഗ്രാം ഡയറക്റ്റ് ചെയ്യുന്നത് നാദിർഷയാണ്. നാദിർഷ മ്യൂസിക് ഡയറക്ടർ അല്ലേ? നാദിർഷയ്ക്ക് എങ്ങാണ്ട് എത്രയോ പൈസ, 3 ലക്ഷം എങ്ങാണ്ടാണ്. ആ പൈസയോട് നാദിർഷയോട് പറഞ്ഞ, ഇല്ലെങ്കിൽ നാദിർഷ ഫ്രീ ആയിട്ട് ചെയ്യുമല്ലോ. നാദിർഷ എനിക്കൊന്നും പൈസ ഒന്നും വാങ്ങിയിട്ടില്ല. കുടുംബസംഗമത്തിൽ അങ്ങനെ നാദിർഷയുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നല്ലോ. നാദിർഷാണ് അതും ഡയറക്ട് ചെയ്തത്. ഇപ്രാവശ്യം വന്നപ്പോ നാദിർഷയുടെ പ്രോഗ്രാം നാദിർഷയോട് പറഞ്ഞാ പോരെ. നാദിർഷ ഈ ലാലേട്ടനും മമ്മൂക്കായും വരുമ്പോഴും ചില ഇൻട്രോ മ്യൂസിക്കുകളൊക്കെ വേണമല്ലോ, അത് നാദിർഷ ഒന്ന് ചെയ്തു തരണമെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 50,000 രൂപ കൊടുത്താൽ 50,000 രൂപയുടെ ചെലവേ വരത്തുള്ളൂ മാക്സിമം. നാദിർഷ അത് ചെയ്തു തരും. എത്ര വർഷങ്ങളായിട്ട് സ്റ്റേജ് പ്രോഗ്രാം ചെയ്യുന്നതാണ്. എത്രയോ ആർട്ടിസ്റ്റുകൾക്ക് ഇൻട്രോ മ്യൂസിക് നാദിർഷയുടെ പ്രോഗ്രാമിലുള്ളതാണ്. അത് നാദിർഷ ചെയ്യൂലേ? അത് ചെയ്യാൻ വേണ്ടി സ്റ്റീഫൻ ദേവസിയെ, അതും പിന്നെ ആ കീബോർഡ് ഒരു 2-3 മിനിറ്റ് വായിക്കുന്നതിന് വേണ്ടിയിട്ട് സ്റ്റീഫൻ ദേവസിക്ക് 11 ലക്ഷം. അങ്ങനെ പല ആർട്ടിസ്റ്റുകൾക്ക് സ്റ്റേജിൽ കയറാൻ പറ്റിയില്ല. അന്നത്തെ വിഷയം ഭയങ്കരം. അതൊക്കെയാണ് പിന്നീട് വോയിസ് റെക്കോർഡൊക്കെ പുറത്തു വരികയും പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നത് അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ചേച്ചി, സംഘടനകളുടെ പ്രശ്നം ഇപ്പൊ അൻസിബ ലക്ഷ്മിപ്രിയ എന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ മറ്റൊരു യൂട്യൂബ് ചാനൽ കൊടുത്ത ഇന്റർവ്യൂവില് ലക്ഷ്മിപ്രിയ വളരെ മോശമായ രീതിയിൽ, അവരുടെ സ്ത്രീത്വത്തെ തന്നെ അപമാനിക്കുന്ന രീതിയിൽ അൻസിബയെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. അത് നിലവിൽ ഇന്നത്തെ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. പക്ഷേ അതിൽ ആരോപിതനായിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്, ഇതിന് പുറത്തുള്ള വ്യക്തി. അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്ന് ഇറക്കിയിട്ടുമുണ്ട്. ശരിക്കും ലക്ഷ്മിപ്രിയ ചെയ്യുന്നത് എന്താണ്? അവരുടെ മനസ്സിൽ എന്താണ്? അവർ ചെയ്യുന്ന എത്ര നീചമായിട്ടുള്ള പ്രവൃത്തിയാണ് ഒരു സ്ത്രീ എന്ന നിലയിൽ? വളരെ മോശമാണ്. കല്യാണം പോലും കഴിക്കാത്ത അവിവാഹിതയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ, 32 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. അവളെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയില്ലേ? അത് തന്നെ ഏറ്റവും വലിയ തെറ്റ്. ഞങ്ങൾ ആരെങ്കിലും വിളിച്ച് പിന്നെ എല്ലാ വിഷയങ്ങളും ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന ആളായിരുന്നു. അപ്പൊ ഞങ്ങളോട് ആരോടെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ വിളിച്ചോണ്ട് പോയനല്ലോ. അവരുടെ പ്രശ്നം ഞങ്ങൾ തീർത്തു കൊടുത്തേനെ. അൻസിബയും വിളിച്ചോണ്ട് പോയി. ഇവരെ ഒരു മേശയുടെ ചുറ്റും ഇരുത്തി ഞങ്ങൾ
ലക്ഷ്മിയുടെ വീട്ടിൽ കൊണ്ടുപോയി ഇരുത്തി ഞങ്ങൾ സംസാരിച്ച് തീർത്തു കൊടുക്കാവുന്ന ഒരു വിഷയമായിരുന്നു അത്. ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് നമ്മളെ എന്താ പറയാ, അങ്ങാടി തോറ്റേൻ അമ്മയോട് എന്ന് പറയുന്നത് പോലെ അവർക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് എന്തും പറയാം, ആരെ അപമാനിക്കാം എന്ന് പറയുന്ന ഒരു രീതി ശരിയല്ല. മനസ്സിലായി? എത്ര സ്ത്രീ വിരുദ്ധതയും സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തിലുമാണ് 2-3 ദിവസമായിട്ട് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് പറയാൻ ഒറ്റ കാര്യമുള്ളൂ, ഭ്രാന്ത് വന്നാൽ നമുക്ക് ചങ്ങലക്കിടാം. ചങ്ങലയ്ക്ക് ഭ്രാന്ത് വന്നാൽ എന്ത് ചെയ്യും? ആദ്യം ഇവർ ഭയങ്കര കൂട്ടായിരുന്നു. ലക്ഷ്മിപ്രിയ അൻസിബയ്ക്ക് കാവലിരുന്നിട്ടുണ്ട്. ചെന്ന സമയം മുതൽ അൻസിബയെ ടാർഗറ്റ് ചെയ്ത് അൻസിബയുടെ റൂം മാറ്റി, അൻസിബയ്ക്ക് ജോയിന്റ് സെക്രട്ടറിക്ക് അവിടെ ഒരു റൂം ഉണ്ടായിരുന്നു, അതൊക്കെ മാറ്റി, അത് മാറ്റി ട്രഷറർക്ക് കൊടുത്തു. അവളത് വലിയ കാര്യമാക്കിയില്ല. പിന്നെ അവിടെ ആദ്യത്തെ അവളെ കുറിച്ച് അവിഹിതം പറഞ്ഞ ഒരു ഇഷ്യൂ ഉണ്ടായി. അവളത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് പിറ്റേ പ്രാവശ്യം അവളവിടെ ചെല്ലുമ്പോൾ ഇവൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആ കുട്ടിയെ അവിടെ വരുത്തി, ആ ആർട്ടിസ്റ്റിനെ അവിടെ വരുത്തി കൂട്ടിച്ചോദ്യം. ഒരു അമ്മയുടെ ഓഫീസിൽ നടക്കേണ്ട കാര്യങ്ങളാണോ ഇതൊക്കെ? അവൾ പരാതിയായിട്ട് ഈ ശ്വേതാ മേനോന്റെ അടുത്ത് പിന്നെ പോലീസ് കേസ് ആയല്ലോ ലക്ഷ്മിപ്രിയ ആയിട്ടുള്ള. ആ പോലീസ് സ്റ്റേഷനിലായി, നിങ്ങൾ തീർത്തു തരണോന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ ഇങ്ങോട്ട് വാ, ഓഫീസിലേക്ക് വാ, നമുക്ക് പറഞ്ഞു തീർക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് അതങ്ങ് പറഞ്ഞു തീർത്ത് കോംപ്രമൈസ് ചെയ്ത് വിടേണ്ടതിന് പകരം അത് ചെയ്തില്ല. ഇത് അമ്മ ഇടപെടത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവളെ പോലീസ് സ്റ്റേഷനിൽ പോയി ഇത്രയും വിഷമങ്ങളൊക്കെ അനുഭവിച്ചു കഴിഞ്ഞ് പിന്നീട് വന്ന ഗൂഗിൾ മീറ്റിൽ ലക്ഷ്മിപ്രിയ ആദ്യം തന്നെ ശ്വേതയ്ക്ക് താങ്ക്സ് പറയുക. എന്റെ ഈ പോലീസ് കേസിൽ ശ്വേത ചേച്ചിയാണ് എന്നെ രക്ഷപ്പെടുത്തിയത്, എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചതെന്ന്. അപ്പോൾ ഒരു പ്രസിഡന്റ് ഇടപെടത്തില്ല എന്ന് പറഞ്ഞ കേസില് ഈ പിന്നെ ലക്ഷ്മിപ്രിയക്ക് അനുകൂലമായിട്ട് എല്ലാ സഹായവും ചെയ്തു കൊടുത്തു എന്ന് പറയുമ്പോൾ അത് തെറ്റല്ലേ? അത് ഡബിൾ സ്റ്റാൻഡ് ആണ്. അല്ല, അവർ ചെയ്തത് ശരിയായില്ല, അത് ശരിയല്ല. ഇതിനകത്ത് ശ്വേതാ മേനോൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ദിസ് ഇസ് നത്തിങ് ടു ഡു വിത്ത് അമ്മ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരാളുടെ ഡബിൾ സ്റ്റാൻഡ് അല്ലേ ഇവിടെ കാണുന്നത്? അതെ, തീർച്ചയായിട്ടും അത് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് അപ്പൊ അവൾക്ക് ഭയങ്കര മാനസികമായിട്ടുള്ള വിഷമം ഉണ്ടായി. അതിനുശേഷം കുടുംബസംഗമം കഴിഞ്ഞതിന് ശേഷം അതിനുശേഷമാണ് അവള് രാജി എഴുതി കൊടുത്തത്. അപ്പോഴാണ് അവൾ രാജി എഴുതി കൊടുത്തത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾക്ക് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് പിന്നെ നടക്കുന്നത് മുഴുവനും അമ്മയിലെ മറ്റേ വിഷയങ്ങളാണ്, ആ ഓഫീസിൽ നടന്ന കാര്യങ്ങളൊക്കെ. ഒരു സംഘടനയുടെ ഓഫീസിൽ നടക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. 2 സ്ത്രീകൾക്ക് നീതി മേടിച്ചുകൂടെ? അവരുടെ പ്രശ്നം കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്ത ഇവരെങ്ങനെ ഇത്രയധികം ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് അംഗങ്ങളായിട്ടുള്ള അമ്മയില്. അവരുടെ പ്രശ്നങ്ങൾ എങ്ങനെയാ പരിഹരിച്ചു കൊടുക്കാൻ പറ്റുന്നത്? അവർക്കൊണ്ട് പറ്റൂല എന്ന് മനസ്സിലായിട്ട് തന്നെയാണ് ഈ കമ്മിറ്റി ഭരണസമിതി പോകണ്ട എന്ന് തീരുമാനിച്ച് 2 പ്രാവശ്യം ഈ കണക്കും റിപ്പോർട്ടും റെഡിയല്ലാത്ത സമയത്ത് തന്നെ ചോദിച്ചതാണ്, നിങ്ങൾക്ക് ഈ ഭരണസമിതി മുന്നോട്ട് പോകണമെന്നുള്ളവർ കൈപൊക്കാൻ പറഞ്ഞു. ആകെ 15-16 പേരെ കൈപൊക്കിയത്. അതിൽ പകുതി പേരും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായിരുന്നു. പോകണ്ട, പിന്നെ ഈ ഭരണസമിതി പിന്നെ തുടരണ്ടെന്നുള്ളവർ കൈപൊക്കാൻ വന്നപ്പോ എല്ലാവരും കൈപൊക്കി. അത് 2 പ്രാവശ്യം, അതല്ലേ ജനറൽ ബോഡിയിൽ എടുക്കേണ്ടത്, അതല്ലേ? അപ്പൊ ആ തീരുമാനം എടുത്തവര്. അത് കഴിഞ്ഞ് പിന്നെ ശ്വേതാ മേനോൻ വന്നിട്ട് വീണ്ടും ചോദിച്ചു, ഞാനൊരു മെമ്പർ, ഞാൻ രാജിവെച്ചെങ്കിലും ഞാൻ ഒന്ന് ചോദിക്കുകയാണ്, ഒരു 45 ദിവസം കൂടെ ഞങ്ങൾക്ക് തരാമോ, കണക്ക് ക്ലിയർ ആക്കാൻ തരാമോ എന്ന് ചോദിച്ചു. പക്ഷെ അംഗങ്ങളാരും തയ്യാറായില്ല. ഇനി ഇത് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോഴാണ് അൻസിബ കയറി വന്ന് സംസാരിച്ചത്. അൻസിബയുടെ ഈ തെളിവ് സഹിതം അൻസിബ പരാതി കൊടുത്ത കാര്യങ്ങളും ഒക്കെ പറഞ്ഞു. പിന്നെ അവർക്കൊന്നും മിണ്ടാൻ പറ്റിയില്ല. ഇപ്പൊ ഈ പ്രശ്നങ്ങള് സോഷ്യൽ മീഡിയയിൽ ഒരു ഫൈറ്റ് പോലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേസ് കൊടുക്കുന്നു, കേസിന് മേൽ കേസ് കൊടുക്കുന്നു, ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നു, അങ്ങനെ പല പല പ്രശ്നങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അഡോപ്പ് കമ്മിറ്റി നിലവിലുണ്ട്. അപ്പൊ ചേച്ചി എന്താ കരുതുന്നത്? അഡോപ്പ് കമ്മിറ്റിക്ക് ഇത് പരിഹരിക്കാൻ പറ്റുമോ? ഇനി ഒരു ഭരണമാറ്റം ഉണ്ടായാൽ ആരൊക്കെ ഉണ്ടാവണം? എങ്ങനെയായിരിക്കണം ഈ പ്രശ്നം സോൾവ് ചെയ്യേണ്ടത്? അഡോപ്പ് കമ്മിറ്റിക്ക് അങ്ങനെ ഒരു ഭരണസമിതി ഉണ്ടാക്കാനുള്ള അധികാരം അവർക്കുള്ളൂ. പിന്നെ ഇപ്പോ ഞാൻ ഇന്നലെയൊക്കെ കേട്ടത്, രാജിവെച്ച് പോയവരെയൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് അങ്ങനെ രാജിവെച്ച് പോയവരെ കൊണ്ടുവരാനാണ് ഇതിന് മുൻപ് രാജിവെച്ച് പോയവരെയും കൂടെ കൊണ്ടുവരണ്ടേ? ആദ്യം അതല്ലേ ചെയ്യേണ്ടത്? അപ്പൊ ഒരേപോലെ 2 പേര് ഒരു പന്തലിൽ 2 സദ്യ വിളമ്പുന്നത് ശരിയല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അവരെയും കൂടെ കൊണ്ടുവരണം. അങ്ങനെയാണെങ്കിൽ അതിജീവിതം ഉൾപ്പെടെയുള്ളവരെ നമ്മൾ കൊണ്ടുവരേണ്ട, ആദ്യം അവരെയാ കൊണ്ടുവരേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഇവരെയും കൊണ്ടുവരുന്നെങ്കിൽ. പക്ഷെ ലക്ഷ്മിപ്രിയയെ കൊണ്ടുവരാൻ അവിടെ സ്ത്രീകൾ ആരും സമ്മതിക്കത്തില്ല എന്നാണ്
ഞങ്ങൾ പരസ്പരം സംസാരിച്ചപ്പോൾ സംസാരത്തിൽ നിന്ന് മനസ്സിലായത് ലക്ഷ്മിപ്രിയ ഇനി ഞങ്ങൾക്ക് അവിടെ കൊലപാതകം നടക്കും, ഇനി അമ്മ സംഘടന കൊലപാതകം വരെ നടക്കും. അതുകൊണ്ട് അവരെ ഇനി കൊണ്ടുവരാൻ സമ്മതിക്കില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ എതിർക്കും, ശക്തമായിട്ട് എതിർക്കും ലക്ഷ്മിപ്രിയയെ കൊണ്ടുവന്നാൽ. ഇപ്പം പോയ ആൾക്കാർ തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ അതിജീവിതയുണ്ട്, ഒപ്പം തന്നെ കുറ്റാരോപിതരും ഉണ്ട്. ദിലീപ് ഉൾപ്പെടെയുള്ള ആൾക്കാർ പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ഒരു തീരുമാനത്തിൽ പുറത്തു പോയ എല്ലാവരെയും തിരിച്ചു കൊണ്ടുവരിക എന്നൊരു തീരുമാനം വരുമ്പോൾ ദിലീപ് ഉൾപ്പെടെയുള്ള ആൾക്കാരെ തിരിച്ചു കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഔദ്യോഗികമായിട്ട് പിന്നെ അവര് അമ്മ അറിയിക്കുകയാണ് വേണ്ടത്. തിരിച്ചു വരാൻ ആഗ്രഹമുള്ളവർ അപ്പോൾ അവർക്കൊരു ഔദ്യോഗികമായിട്ടുള്ള ഒരു അറിയിപ്പ് കൊടുക്കണമല്ലോ. അറിയിപ്പ് കൊടുത്തിട്ട് അവർ തിരിച്ചു വരാൻ തയ്യാറാണെങ്കിൽ തിരിച്ചെടുക്കണം. അപ്പൊ അതിനൊരു ഫോർമാലിറ്റി ഉണ്ട്. അപേക്ഷ കൊടുത്ത് അവർക്ക് റിക്വസ്റ്റ് ലെറ്റർ കൊടുത്താൽ തിരിച്ചെടുക്കാം. ആരായാലും രാജിവെച്ച് പോയവരെ തിരിച്ചു കൊണ്ടുവരുമെന്നാ പറഞ്ഞ. അങ്ങനെ രാജിവെച്ച് പോയവരെ കൊണ്ടുവരുമ്പോ ഇവരെ കൊണ്ടുവരണ്ടേ എന്നാണ് ഞാൻ പറഞ്ഞത്. ആദ്യം രാജിവെച്ച് പോയവരെ കൊണ്ടുവന്നിട്ടില്ലല്ലോ, അവരെ വിളിച്ചിട്ടില്ലല്ലോ. ശ്വേതാ മേനോൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ആദ്യത്തെ ദിവസം പറഞ്ഞ് ജയിച്ചിട്ട് ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്താ? അതിജീവിത ഉൾപ്പെടെയുള്ളവരെ പോയവര് രാജിവെച്ച് പോയവരെ തിരിച്ചു കൊണ്ടുവരുന്ന. പിറ്റേ ദിവസം അവരെന്താ പറഞ്ഞ? ചില അംഗങ്ങൾക്ക് എതിർപ്പുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നോ? ആരോടത്തും ചോദിച്ചിട്ടില്ല. അത് പറയണ്ടേ, അവര് ഇവിടെ ക്ലിയർ ചെയ്യണ്ടേ? അത് ഞങ്ങൾ ചോദിക്കാനിരിക്കുക. അതിനൊന്നും സമയം കിട്ടിയില്ല. ഇപ്പൊ ഞങ്ങളുടെ മെമ്മറി കാർഡിന്റെ വിഷയം പോലും സംസാരിക്കാൻ സമയം കിട്ടിയില്ല. മെമ്മറി കാർഡിന്റെ വിഷയം അവിടെ നിൽക്കുമല്ലേ, അതിനെക്കുറിച്ച് ഇനി സംസാരിക്കണം. പുതിയ ഭരണസമിതി വരട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോ പുതിയ ഭരണസമിതി വരാതെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അവിടെ മെമ്മറി കാർഡിന്റെ വിഷയം പറയുമ്പോ ആ വിഷയം നിലവിൽ ക്ലോസ് ചെയ്തല്ലോ. അങ്ങനെ ക്ലോസ് ചെയ്തിട്ടില്ല. ഒരാളുടെ തലയിൽ അത് ചാർത്തി കൊടുത്തതിന് അത് ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ലല്ലോ. ഞങ്ങൾ ആ റിപ്പോർട്ട് എന്റെ കയ്യിൽ ഇതുവരെ തന്നിട്ടില്ല. അതറിയോ? ഞാൻ 2 പ്രാവശ്യം ഓഫീസിൽ ചെന്നതാ. അപ്പൊ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. കുക്കു പരമേശ്വരൻ അത് വെച്ച് പൂട്ടി ലോക്കറിൽ വെച്ചിരിക്കുന്നതാ പറഞ്ഞ. ആ റിപ്പോർട്ട് ലോക്കറിൽ വെക്കാനുള്ള ഉത്തരവാദിത്തം പോലും ആ മെമ്മറി കാർഡ് സൂക്ഷിക്കാൻ കാണിച്ചില്ലല്ലോ ഇവര്. ഒന്ന് ആലോചിച്ച് നോക്കൂ. എത്രയോ സ്ത്രീകള് പറഞ്ഞ അവരുടെ വിശ്വാസത്തോട് പറഞ്ഞ കാര്യങ്ങളുള്ളൊരു മെമ്മറി കാർഡാണ്. ആ മെമ്മറി കാർഡ് പൂട്ടി വെച്ച്, മെമ്മറി കാർഡ് അവരുടെ എവിടെയാണെന്ന് അറിയില്ല, മരിച്ചുപോയ ലളിത ചേച്ചിയുടെ തലയിൽ കൊടുത്തു. പക്ഷെ അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് ഉണ്ടല്ലോ. ഈ മെമ്മറി കാർഡോ ഈ ഷൂട്ടിങ്ങോ ഇവർ അംഗീകരിച്ചിട്ടില്ലായിരുന്നല്ലോ ആദ്യം. അതെ, ഇല്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. എലക്ഷൻ പ്രപ്പകണ്ടയായിട്ട് ഞങ്ങൾ നുണ പറയുന്നു എന്നാ പറഞ്ഞത്. അപ്പൊ അമ്മ തന്നെ വെച്ച കമ്മീഷൻ, ആ കമ്മീഷൻ കണ്ടുപിടിച്ചത് എന്താണ്? മെമ്മറി കാർഡ് ഉണ്ട്, ഷൂട്ടിംഗ് ഒക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ ആ മെമ്മറി കാർഡ് മരിച്ചുപോയ ലളിത ചേച്ചി, അതിനകത്ത് എന്തെങ്കിലും ഈ റിപ്പോർട്ട് സൂക്ഷിക്കുന്ന അത്ര ഉത്തരവാദിത്വം കാണിച്ചിരുന്നെങ്കിൽ, സുഖമില്ലാതെ കിടന്നില്ലേ ലളിത ചേച്ചി എത്രയോ നാള്? എത്രയോ നാൾ കിടന്ന്. ഈ സാക്ഷി പറഞ്ഞിരിക്കുന്നത് മഞ്ജു പിള്ളയാണെന്നാണ് പറയുന്നത്. മഞ്ജു പിള്ളയെ മോളെ പോലെ സ്നേഹിച്ച ആളാണ് ലളിത ചേച്ചി. കൈ ഇങ്ങനെ കൊണ്ടു നടക്കുക, അമ്മയെ പോലെ കൊണ്ടു നടന്ന്. ആ മരിച്ചുപോയ ലളിത ചേച്ചിയോട് അല്പമെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ, അവർ കാണിച്ചത് ആത്മാർത്ഥമാണെങ്കിൽ, ആ പാവത്തിന്റെ പേരിൽ എന്തിനാ ഇങ്ങനെ ഒരു പച്ചക്കള്ളം ഒരു മൊഴി കൊടുത്തത് മഞ്ജു പിള്ള? അതിൽ ജനറൽ ബോഡിയിൽ ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചിരുന്ന മഞ്ജു പിള്ളയുടെ അടുത്ത് ചോദിക്കണമെന്ന്, പക്ഷെ അതിന് പറ്റിയില്ല. ഞാൻ ഇപ്പൊ ഇവിടെ ചോദിക്കുകയാണ് മഞ്ജു പിള്ളയോട്, എങ്ങനെ ഇങ്ങനെ ഒരു നുണ പറയാൻ സാധിച്ചത്? അപ്പൊ ആ ഒരു മെമ്മറി കാർഡ് ലളിത ചേച്ചിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു വെക്കാൻ പോലുള്ള ഒരു ഉത്തരവാദിത്വം അവര് കാണിച്ചില്ല. അതൊരു നുണയാണ്. ആ റിപ്പോർട്ടിനെ ഞങ്ങൾ അംഗീകരിക്കത്തില്ല. അതിന് മുൻപോട്ട് കേസ് കൊടുത്തിട്ടുണ്ടല്ലോ. ആ കേസുമായിട്ട് മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അത് ജനറൽ ബോഡിയുടെ അനുവാദം വേണമായിരുന്നു. ഇനിയിപ്പോ വരുന്ന പുതിയ ഭരണസമിതി ആരാണോ അവരടുത്ത് ചോദിച്ചിട്ട് ഞങ്ങൾ ആ കേസുമായിട്ട് മുമ്പോട്ട് പോകണോ, എന്ത് ചെയ്യണം, ഞങ്ങൾക്ക് ഇതിന് നീതി കിട്ടുമോ എന്ന് അപ്പോഴേ ചോദിക്കാൻ പറ്റുള്ളൂ. വലിയൊരു വിഷയം ഇപ്പൊ എല്ലാം കലങ്ങി കിടക്കുകയല്ലേ, അതൊന്ന് കഴിയട്ടെ. ഇപ്പം പ്രശ്നങ്ങളൊക്കെ പറഞ്ഞും അല്ലെങ്കിൽ എങ്ങനെയാന്ന് വെച്ചാൽ ചർച്ച ചെയ്ത് തീർക്കട്ടെ എന്നുള്ളതാണ്. കാരണം ഒരു അന്യഭാഷകളിൽ നിന്നെല്ലാം ഒരുപാട് നോക്കിക്കണ്ട സംഘടനയാണ് അമ്മ എന്നുള്ള സംഘടന. ശരിക്കും റോൾ മോഡൽ ആക്കി വെച്ച് തമിഴ്നാട്ടിലൊക്കെ ഇതേപോലെ സംഘടന രൂപീകരിക്കാൻ പലരും ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ സംഘടന ഇങ്ങനെ ചിന്നിച്ചിതറുമ്പോൾ ആളുകൾ അതിന് ഒരുപാട് വിഷമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ കലാകാരന്മാർ ഒരുപാട് വിഷമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം എന്തായാലും സംഘടന ശക്തമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് വരട്ടെ. ഒപ്പം തന്നെ സേതുമാധവന്റെ പെങ്ങളിനെ, സേതുമാധവനെ ഒക്കെ സ്ക്രീനിൽ കാണാൻ ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് ചേച്ചി. നമുക്ക് തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണാം. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുണ്ട്. കുറേ കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റും. പ്രേക്ഷകർ കാണുമ്പോൾ ഇതൊക്കെ നമുക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. മാത്രമല്ല പുതിയ തലമുറയിലുള്ള ആൾക്കാർ വരട്ടെ,
അമ്മയിലേക്ക് പുതിയ തലമുറയിലുള്ള ആൾക്കാരും കൂടെ വന്ന് മമ്മൂക്കയും ലാലേട്ടനും നേതൃത്വം നൽകുന്ന ഒരു കമ്മിറ്റി വന്ന് പഴയതുപോലെ തന്നെ പ്രൗഢമായിട്ട് തന്നെ അമ്മ ശക്തമായിട്ട് മുൻപോട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. കിരീടം റിലീസും കിരീടം വളരെ അന്നത്തെ തന്നെ ഇപ്പോഴും ഹിറ്റായിട്ട് പോകണമെന്നാണ് ആഗ്രഹവും പ്രാർത്ഥനയും. ഇത്രയും സമയം എന്നെ കേട്ട എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി. താങ്ക് യു സോ മച്ച്.